ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ വനശലഭം. അധ്യായം 27. കൂടെയുള്ളത് അമ്മയാണെന്ന് അനിതയ്ക്ക് മനസ്സിലായി കാണില്ലെന്ന് ദേവദത്തിന് തോന്നി. മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ അവൾ എന്തെങ്കിലും വിഡിതം വിളിച്ചു കൂവും. താര ആരാണെന്ന് അമ്മ അറിയും. അനിതേ, ഇതാണ് എൻ്റെ അമ്മ. അയാൾ അമ്മയെ പരിചയപ്പെടുത്തി. ദേവേട്ടൻ്റെ അമ്മ ഭാഗ്യം ചെയ്ത അമ്മയാണ്. ദേവൻ അമ്മയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അനിത ആദരപൂർവ്വം അമ്മയുടെ കൈ പിടിച്ചു. അനിതയെയും രമേഷിനെയും ദേവദത്തൻ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. രണ്ടുപേരെക്കുറിച്ചും വീട്ടിൽ വരുമ്പോൾ ദേവൻ പറയാറുണ്ട്, വീട്ടിലേക്ക് വന്നിട്ടേ പോകാവൂ രണ്ടാളും. അമ്മ പറഞ്ഞു, ദേവൻ്റെ നാട്ടിലേക്കിനി ഒരു ദിവസം ഞാൻ വരുന്നുണ്ടമ്മേ, ഇന്ന് സമയമില്ല. അനിത പറഞ്ഞു. ദേവൻ്റെ കല്യാണത്തിന് അല്ലേ അനിതേ? രമേഷ് ചോദിച്ചു. സൂത്രത്തിൽ ദേവദത്തൻ അവർ രണ്ടുപേരെയും അമ്മയുടെ അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയി. പക്ഷേ താര അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും, അനിതേ, താൻ എൻ്റെ മാനം കെടുത്തിയേനെ. ഇപ്പോൾ കൂട്ടുകാരൻ്റെ പെങ്ങളാണ് താരയെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. താൻ അധിക പ്രസംഗം വല്ലതും വിളമ്പിയിരുന്നെങ്കിൽ അമ്മ കൈയോടെ എന്നെ പിടികൂടിയേനെ. ദേവദത്തൻ പറഞ്ഞു. ഇതു വല്ലതും ഞാൻ അറിഞ്ഞോ? അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കാൻ താരയെ ക്ഷണിച്ചു വരുത്തിയതായിരിക്കുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്? അനിത പറഞ്ഞു. താര വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. പ്രേമത്തിൻ്റെ ശക്തി ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ ദേവ? കോട്ടമതിലും കിടങ്ങുമുണ്ടാക്കി അമ്മ അവളെ അവിടെ തടവിൽ പാർപ്പിച്ചാലും തന്നെ തേടി അവൾ വരും, രമേഷ് പറഞ്ഞു. ദേവദത്തൻ അത് കേട്ട് ചിരിച്ചു. അവരെ അയാൾ ദാസന്റെ അടുത്തേക്ക് കൊണ്ടുചെന്ന് പരിചയപ്പെടുത്തി. അപ്പോഴേക്ക് കല്യാണ മുഹൂർത്തമായി. അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ട് വരൻ കതിർ മണ്ഡപത്തിൽ കയറിയിരുന്നു. അനിതേ, താര തനിച്ചാവില്ലേ? അവളെ തൻ്റെ കൂടെ നിർത്തണം, ദേവദത്തൻ പറഞ്ഞു. ദേവൻ പൊയ്ക്കോളൂ, താരയുടെ കാര്യം ഞങ്ങളേറ്റു. വധു കതിർ മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സർവ്വ ആഭരണ വിഭൂഷിതയായ ഊർമിള ദാസന്റെ അടുത്തിരുന്നു. ഒരു ചെറിയച്ഛനാണ് താലിയും പൂമാലയും പുടവയും എടുത്ത് ദാസന്റെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ അമ്മ കണ്ണീർ തുടയ്ക്കുന്നത് ദേവദത്തൻ കണ്ടു. അച്ഛനെക്കുറിച്ച് ഓർത്തു പോയതാണോ അതോ ദാസേട്ടൻ്റെ കല്യാണം നടക്കുന്നതിൻ്റെ ആനന്ദ കണ്ണീരാണോ അതെന്ന് ദേവദത്തിന് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞ് സദ്യ തുടങ്ങി. താരയെയും അനിതയെയും രമേഷിനെയും ആദ്യത്തെ പന്തിയിൽ തന്നെ ദേവദത്തൻ പിടിച്ചിരുത്തി. അനിതയ്ക്കും രമേഷിനും ഉടൻ തന്നെ തിരിച്ചു പോകണമായിരുന്നു. ആദ്യ പന്തി കഴിഞ്ഞപ്പോൾ തന്നെ 2 കാർ ഒഴികെ ബാക്കിയുള്ള വാഹനങ്ങളിൽ വരൻ്റെ ആൾക്കാരെ വിട്ടു. വരനും വധുവിനും യാത്ര തിരിക്കുവാനുള്ള സമയം 2 മണിക്ക് ശേഷമായിരുന്നു. അമ്മയും പോയി. വധുവരന്മാർ വീട്ടിലെത്തുമ്പോൾ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി അനിതയും രമേഷും യാത്ര പറഞ്ഞു. അതിനുശേഷമാണ് സ്വസ്ഥമായി ഇത്തിരി നേരം താരയോട് സംസാരിക്കുവാൻ ദേവദത്തിന് സൗകര്യം കിട്ടിയത്. അത്തരം ഒരു സൗകര്യത്തിനു വേണ്ടിയാണ് താരയും കാത്തുനിന്നത്. എപ്പോഴാ താരയ്ക്ക് പോകേണ്ടത്? ദേവദത്തൻ ചോദിച്ചു. പുറത്ത് കാറുമായി രാജേന്ദ്രനുണ്ട്. 2:30 പോയാൽ മതി, താര പറഞ്ഞു. ദേവദത്തൻ വാച്ചിൽ നോക്കി. 12:30 ഉള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വിശാലമായ മുറ്റം. അവിടവിടെ ഉപദേവന്മാരുടെ ചെറിയ ചെറിയ അമ്പലങ്ങൾ. ഒരു ഭാഗത്ത് കൽമണ്ഡപം. ക്ഷേത്രകലകൾ അരങ്ങേറാനുണ്ടാക്കിയ വേദിയാണതെന്ന് ദേവദത്തിന് തോന്നി. ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ ചെന്നിരുന്ന് സംസാരിക്കാം. താര വരൂ, ദേവദത്തൻ പറഞ്ഞു. ചരൽ വിരിച്ച അമ്പലമുറ്റം. അവർ മെല്ലെ കൽമണ്ഡപത്തിനടുത്തേക്ക് നടന്നു. ആൽത്തറയുടെ അടുത്ത് ദാസേട്ടനും കൂട്ടുകാരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. വധുവിനെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. കൽമണ്ഡപത്തിലേക്ക് കയറാനുള്ള ഏറ്റവും മുകളിലത്തെ പടിയിൽ ദേവദത്തനും താരയും ഇരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിന്നെ. നീ വന്നല്ലോ. എനിക്ക് ഇതിൽ പരം വേറെ സന്തോഷമുണ്ടാകാനില്ല താരേ. വരാൻ സാധിക്കുമെന്ന് ഞാനും വിചാരിച്ചതല്ല ദേവേട്ട. അമ്മയെ എനിക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് അനുവാദം തരികയായിരുന്നു അമ്മ. അത് അത്ഭുതകരമായിരിക്കുന്നല്ലോ താരേ. കൂട്ടുകാരിയുടെ സഹോദരൻ്റെ കല്യാണമാണെന്ന ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നിട്ട് പോലും പൊയ്ക്കോളൂ എന്ന് അമ്മ പറഞ്ഞു. അപ്പോഴാണ് കല്യാണാലോചനയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ദേവേട്ട, ഒരു രസമുണ്ടായി. ആദ്യമായി ഒരാൾ എന്നെ പെണ്ണു കാണാൻ വന്നു കഴിഞ്ഞയാഴ്ച. പെട്ടെന്ന് താര പറഞ്ഞു. അത്ര രസകരമായിരുന്നോ പെണ്ണു കാണൽ? ദേവദത്തൻ്റെ ചോദ്യത്തിലെ നീറ്റൽ താരയ്ക്ക് മനസ്സിലായി. ഞാനത് ആസ്വദിച്ചെന്നാണോ ദേവേട്ടൻ വിചാരിക്കുന്നത്? വീട്ടിൽ വന്ന അതിഥികളെ അപമാനിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ. അവളുടെ സ്വരമിടറി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ താരേ. ആരാണ് പയ്യൻ? ഡോക്ടറോ എഞ്ചിനീയറോ? രണ്ടുമല്ല, വക്കീലാണ്. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. ചേട്ടനോടൊപ്പമാണ് താമസം.
ചേട്ടത്തിയമ്മയും ഒത്താണ് വീട്ടിൽ വന്നത്. നിന്നെ ഇഷ്ടപ്പെട്ടാണ് പോയത്. അവർക്ക് അനിഷ്ടമൊന്നുമില്ല എന്നാണ് പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ പിറ്റേ ദിവസം അമ്മയുടെ മനസ്സ് മാറി. 6 മാസം കഴിഞ്ഞ് എൻ്റെ കല്യാണം നടത്തുന്നുള്ളൂവെന്ന്. അതായത് 6 മാസത്തിനുള്ളിൽ ദേവദത്തൻ വന്ന് താരാമാധവനു വേണ്ടി കൗസല്യ മാധവനെ കണ്ടാൽ മതിയെന്നർത്ഥം അല്ലേ? അവൾ ചിരിച്ചു. 6 മാസം നീട്ടിക്കിട്ടിയത് അത്ര നിസ്സാരമാണോ? അല്ല. അവർ അല്പനേരം ഒന്നും മിണ്ടാതിരുന്നു. അയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല. ജീവിതം എങ്ങനെ? ഒടുവിൽ ദേവദത്തൻ ചോദിച്ചു. ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുകയാണ് ദേവേട്ട. മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ഈ മാസം റിസൾട്ട് വന്നേക്കാം. ഇനി പഠിക്കാൻ അമ്മ എന്നെ വിടില്ല. ഒരു ജോലി കിട്ടിയാൽ പോലും വിടുമെന്ന് തോന്നുന്നില്ല. വേണമെങ്കിൽ അമ്മയോടൊപ്പം ഓഫീസിൽ പോയിരിക്കാം. പക്ഷേ ബിസിനസ്സിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഏതെങ്കിലും കടയിൽ സെയിൽസ് ഗേളായി കിട്ടിയാലും പോകാൻ ഞാൻ തയ്യാറാണ്. ശമ്പളം പോലും പ്രശ്നമല്ല, താര പറഞ്ഞു. അവളുടെ നിസ്സഹായത ദേവദത്തന് മനസ്സിലായി. അപ്പോഴാണ് അയാൾക്ക് ഭാനുചന്ദ്രനെക്കുറിച്ച് ഓർമ്മ വന്നത്. വിവാഹിതയായി പ്രേമ പോകുമ്പോൾ വിനീത ബുക്ക് ഹൗസിലേക്ക് പകരം ഒരാളെ വേണമെന്ന് അയാൾ പറഞ്ഞിരുന്നല്ലോ. ആ ഒഴിവിലേക്ക് എന്തുകൊണ്ട് താരയെ പരിഗണിച്ചുകൂടാ? ഭാനു പറഞ്ഞ യോഗ്യതകളൊക്കെ താരയ്ക്കുണ്ട്. സീരിയസ് ആയിട്ടാണോ താര പറയുന്നത്? ദേവദത്തൻ ചോദിച്ചു. അതെ ദേവേട്ട, ഞാൻ ശരിക്കും മടുത്തു വീട്ടിൽ. ശമ്പളമില്ലാത്തതല്ല, ശമ്പളമുള്ള ജോലി തന്നെ താരയ്ക്ക് ഞാൻ ശരിയാക്കി തരട്ടെ. എവിടെ? പെട്ടെന്ന് ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. എൻ്റെ സുഹൃത്തിൻ്റെ പുസ്തകക്കടയിൽ. ഭാനുചന്ദ്രനെക്കുറിച്ചും വിനീത ബുക്ക് ഹൗസിനെക്കുറിച്ചും ദേവദത്തൻ അവളോട് പറഞ്ഞു. ഓഫീസിലെ എഴുത്തുകുത്തുകൾ നടത്തേണ്ടി വരും. പിന്നെ അത്യാവശ്യം പ്രൂഫ് റീഡിങ്ങും ചെലവിനുള്ള ശമ്പളവും പ്രതീക്ഷിക്കാം. എന്താ? ഞാൻ വരാൻ ദേവേട്ട. ഒന്നുമില്ലെങ്കിലും അവിടെ വന്നാൽ ആഗ്രഹിക്കുമ്പോഴൊക്കെ ദേവേട്ടനെ കാണാമല്ലോ, ആഹ്ലാദത്തോടെ താര പറഞ്ഞു. 6 മാസം കൂടി അല്ലേ? ദേവദത്തൻ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണ് ചുവന്നു. ഹേയ്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, കരയരുത് താരേ. തമാശ? അപ്പോൾ ദേവേട്ടൻ എന്നെ എഴുതി തള്ളുകയാണ് അല്ലേ? ഇടറിയ സ്വരത്തിൽ താര ചോദിച്ചു. ആ വക്കീലിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കുമെന്നാണോ എൻ്റെ താര വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. അയാൾ വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ. കണ്ണീരോടെ അവൾ പുഞ്ചിരിച്ചു. സാധാരണയിൽ കവിഞ്ഞ് ഒരു കണ്ണീർ ഗ്രന്ഥി കൂടി താരയ്ക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു പറഞ്ഞാലും ഉടൻ കരച്ചിൽ. ദേവദത്തൻ കളിയാക്കി. മനസ്സ് തണുപ്പിക്കുവാൻ എനിക്ക് ഒരുപാട് ജലസേചനം നടത്തേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു എക്സ്ട്രാ കണ്ണീർ ഗ്രന്ഥി, താര പറഞ്ഞു. ദേവദത്തൻ അവളുടെ കരം കവർന്നു. കരയാനുള്ള സിദ്ധി ഒരനുഗ്രഹം തന്നെയാണ് താരെ. ഹൃദയഭാരം അത്രയും ഭാരം അലിയിച്ചു കളയുമല്ലോ. ദൂരെ ആൽച്ചവിട്ടിൽ നിന്നിരുന്ന ദാസേട്ടനെ കാണാനില്ല. ദേവദത്തൻ വാച്ചിൽ നോക്കി. മണി 1:30 കഴിഞ്ഞു. 2 മണിക്ക് ശേഷമാണല്ലോ യാത്ര. ജോലിയുടെ കാര്യം ദേവേട്ടൻ വെറുതെ പറഞ്ഞതല്ലല്ലോ? താര ചോദിച്ചു. അല്ല, പക്ഷേ പ്രതീക്ഷ വേണ്ട കേട്ടോ. അടുത്തയാഴ്ച പ്രേമയുടെ കല്യാണം. അവൾക്ക് പകരം ഭാനു ആരെയെങ്കിലും കണ്ടുവച്ചു കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചെന്നാലുടനെ ഞാൻ ഭാനുവിനെ കോണ്ടാക്ട് ചെയ്യാം. കണ്ടുവച്ച് കാണും ദേവേട്ട. അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. കാരണം ഞാനൊരു ഭാഗ്യഹീനയാണ്. താരേ, ഈ പെസിമിസം നല്ലതല്ല. ഞാനൊരു പെസിമിസ്റ്റല്ല. പക്ഷേ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ദേവദത്തൻ്റെ സ്നേഹിതയാകാൻ ഇടവന്നതും ഭാഗ്യദോഷമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതും ഒരു ചീത്ത അനുഭവമാണെന്നാണോ? താര പെട്ടെന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. എന്താ ദേവേട്ട ഈ പറയുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ദേവേട്ടൻ്റെ സാമീപ്യത്തിലാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അറിയാമോ? ഇത്തിരി ശുഭാപ്തി വിശ്വാസം വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ താരേ. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക, ബാക്കി വിധിക്ക് വിടുക. അതാണ് ബുദ്ധി. ഫലം എന്തായാലും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഞാൻ അനാവശ്യമായി ദുഃഖിക്കാറില്ല, സന്തോഷിക്കാറുമില്ല, ദേവദത്തൻ പറഞ്ഞു. അവർ കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു. സമയം പോകുന്നത് രണ്ടുപേരും അറിഞ്ഞില്ല. എൻ്റെ ഏട്ടത്തിയമ്മയെ താര പരിചയപ്പെട്ടില്ലല്ലോ? പെട്ടെന്ന് ദേവദത്തൻ പറഞ്ഞു. ഇല്ല. എങ്കിൽ വരൂ. അവർ ചെന്നപ്പോൾ വരൻ്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ വധു തയ്യാറായി കഴിഞ്ഞിരുന്നു. ദേവദത്തനെ കണ്ട് ഊർമിള പുഞ്ചിരിച്ചു. ദാസേട്ടൻ്റെ വധുവിനെ പരിചയപ്പെടാൻ ചിലരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ഇത് താര, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയാണ്, ദേവദത്തൻ പറഞ്ഞു. ഊർമിള താരയോട് എന്തോ ചോദിച്ചു. വേറെ ചിലരെയും ദേവദത്തൻ ഊർമിളയ്ക്ക് പരിചയപ്പെടുത്തി. ഊർമിള വധുവിന് സഹജമായ ലജ്ജയോടെ നിന്നതേയുള്ളൂ. അപ്പോഴാണ് മാലതിക്കുട്ടി അവിടെ എത്തിയത്. താരേ, ഇതാണ് മാലതി ചേച്ചി, ദാസേട്ടൻ്റെ കല്യാണത്തിൻ്റെ സൂത്രധാര. മാലതി ചേച്ചി ഇനി എന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത്.
എനിക്ക് പറ്റിയ ഒരു പെണ്ണിനെ ഉടൻ തന്നെ കണ്ടുപിടിച്ചു തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. ദേവദത്തൻ പറഞ്ഞു. രക്ഷപ്പെടാമെന്ന് ദേവൻ വിചാരിക്കണ്ട, ഞാൻ കാര്യമായി അന്വേഷിക്കുന്നുണ്ട്, മാലതിക്കുട്ടി പറഞ്ഞു. യാത്രയ്ക്കുള്ള സമയമെത്തി. എങ്കിൽ ഞാനിനി പോട്ടെ ദേവേട്ട, താര ചോദിച്ചു. അമ്മയെ എൻ്റെ നന്ദി അറിയിക്കൂ, അയാൾ പറഞ്ഞു. എന്തിന്? അവൾക്ക് മനസ്സിലായില്ല. എനിക്ക് കാണാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടതിന്, അവളോടൊപ്പം നടന്നുകൊണ്ട് ദേവദത്തൻ പറഞ്ഞു. ശരി, ഞാൻ എഴുതാം. അയാൾ നിന്നു. താര ചെന്നപ്പോൾ സ്റ്റീരിയോയിൽ പാട്ട് കേട്ടുകൊണ്ട് കാറിലിരിക്കുകയായിരുന്നു രാജേന്ദ്രൻ. ഊണ് കഴിച്ചോ രാജേന്ദ്രൻ? താര ചോദിച്ചു. ഉവ്വ്. എവിടുന്ന്? ഹോട്ടലിൽ നിന്ന്. നല്ല ഒന്നാന്തരം കരിമീൻ പൊരിച്ചതും കിട്ടി. കല്യാണം നന്നായിരുന്നോ? നന്നായിരുന്നു, താര പറഞ്ഞു. കൂട്ടുകാരി എന്തു പറഞ്ഞു? ഒരുപാട് സംസാരിച്ചു ഞങ്ങൾ. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. രാജേന്ദ്രൻ ചിരിച്ചു. അയാൾ അർത്ഥം വെച്ചാണോ ചോദിച്ചതെന്ന് താര സംശയിച്ചു. അയാൾ ഇടയ്ക്ക് അമ്പലത്തിനുള്ളിൽ വന്ന് നോക്കിക്കാണുമോ? താര കൂടുതലൊന്നും ചോദിച്ചില്ല. അത്ര വേഗത്തിലൊന്നുമല്ല രാജേന്ദ്രൻ കാർ ഓടിച്ചത്. താര പിൻസീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു. ദേവദത്തൻ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് അവൾ അപ്പോൾ ചിന്തിച്ചത്. 1.5 മണിക്കൂർ കഴിഞ്ഞു കാണും. കാർ അവരുടെ ടൗണിലെത്തി. വീട്ടിലേക്കുള്ള റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു. പെട്ടെന്ന് എതിർദിശയിൽ നിന്ന് പച്ച നിറമുള്ള ഒരു കാർ വന്നു. പരിചയമുള്ള കാറാണല്ലോ അതെന്ന് താരയ്ക്ക് തോന്നി. വേഗത കുറയ്ക്കാതെ ആ കാർ പാഞ്ഞുപോയെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന ആളെ അവൾ കണ്ടു. സിയാറായിരുന്നു അത്. കല്യാണത്തിന് തന്നെ അയക്കാൻ അമ്മ ഉത്സാഹം കാണിച്ചതിൻ്റെ കാരണം പെട്ടെന്ന് താരയ്ക്ക് മനസ്സിലായി. ക്ഷോഭം അടക്കാനാവാതെ അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. അധ്യായം 28. ദാസനും ഊർമിളയും കാറിൻ്റെ പിൻസീറ്റിലാണ് ഇരുന്നത്. മുൻസീറ്റിൽ ദേവദത്തനും വേറെ 4-5 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടാമത്തെ കാറിൽ കയറി. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞപ്പോൾ ഊർമിള കരയുന്നുണ്ടായിരുന്നു. അതുകണ്ട് ദേവദത്തൻ ദാസനെ നോക്കി പുഞ്ചിരിച്ചു. സത്യത്തിൽ നമ്മൾ പുരുഷന്മാരല്ലേ ഈ അവസരത്തിൽ കരയേണ്ടത്? ശബ്ദം താഴ്ത്തി ദാസൻ ചോദിച്ചു. നമ്മളെന്ന് പറഞ്ഞാൽ? ദേവദത്തിന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ വരൻ. എന്തിനു വരൻ കരയണം? ജീവിതകാലം മുഴുവൻ ഒരു പുരുഷനെ സഹിക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാണ് വധുവും ഈ സമയത്ത് കരയാറുള്ളത്, ദേവദത്തൻ പറഞ്ഞു. കവികൾ എപ്പോഴും പിന്തിരിപ്പന്മാരാണ്, പ്രത്യേകിച്ച് നീ. ദേവദത്തൻ ചിരിച്ചു. കാർ നീങ്ങി. യാത്രയയക്കാൻ നിന്നവർ ചിലർ കണ്ണീരൊപ്പി, ചിലർ കൈവീശി. ദേവദത്തൻ പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കി. കലങ്ങിയ കണ്ണുകളോടെ ഊർമിള കുനിഞ്ഞിരുന്ന് കണ്ണീരൊഴുക്കുന്നു. ഒന്നും അറിയാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ദാസൻ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും കാറിൽ നിശബ്ദത. വധൂവരന്മാർ തമ്മിൽ സംസാരിക്കുന്നതിന് ഇനി വിലക്കുകളൊന്നുമില്ല. ആരോടെന്നില്ലാതെ ദേവദത്തൻ പറഞ്ഞു. നിന്റെ ഉപദേശമൊന്നും വേണമെന്നില്ല, ദാസൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു 2 പേരും മിണ്ടാവ്രതത്തിലാണെന്ന്. ഇനി ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പിന്നിലേക്ക് തിരിഞ്ഞ ദേവദത്തൻ പറഞ്ഞു. പുഞ്ചിരിച്ചതല്ലാതെ ഊർമിള ഒന്നും പറഞ്ഞില്ല. അവളെക്കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന് അയാൾ വിചാരിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞപ്പോൾ ഏട്ടത്തി കരഞ്ഞതിൻ്റെ അർത്ഥം ദാസേട്ടന് മനസ്സിലായി കേട്ടോ, ദേവദത്തൻ പറഞ്ഞു. ദേവാ, മുന്നറിയിപ്പ് പോലെ ദാസൻ വിളിച്ചു. ഏട്ടത്തിക്കറിയണോ അർത്ഥം എന്താണെന്ന്? അറിയണമെന്ന അർത്ഥത്തിൽ ഊർമിള തലയാട്ടി. ദാസേട്ടനോടൊപ്പം കഴിയേണ്ടി വരുമല്ലോ എന്ന ദുഃഖം കൊണ്ടാണത്രേ. അവൾ വീണ്ടും പുഞ്ചിരിച്ചു. ആണോ? ദേവദത്തൻ ചോദിച്ചു. അല്ല, അവൾ പറഞ്ഞു. പിന്നെ? സങ്കടം വന്നു, കാരണം അറിയില്ല. ശരി, മൈക്ക് ഞാനിതാ ശ്രീമാൻ ദേവദാസിനെ ഏൽപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. പിൻസീറ്റിൽ ഒരു ചിരിയുണ്ടായതല്ലാതെ സംസാരമൊന്നും കേട്ടില്ല. വീട്ടിലെത്തി മുറ്റത്ത് കാർ നിന്നപ്പോൾ മണി 4:30. പൂമുഖത്ത് ചില ബന്ധുക്കൾ, കൂടാതെ പുത്തൻ പെണ്ണിനെ കാണാൻ ചില അയൽക്കാരും എത്തിയിരുന്നു. ദാസൻ കാറിൽ നിന്നിറങ്ങി. പിന്നാലെ ഊർമിളയും. പട്ടുസാരിയും കഴുത്തിലെയും കൈകളിലെയും ആഭരണങ്ങളും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടെന്ന് ദേവദത്തിന് തോന്നി. 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായി അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞ് വധു സ്വീകരിക്കപ്പെട്ടു. 2 കൈകൾ കൊണ്ടും നിലവിളക്ക് ഊർമിള അമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങി. വലതുകാൽ വച്ച് ആരോ പറഞ്ഞു. ശ്രദ്ധാപൂർവം വലതുകാൽ വച്ച് അവൾ വീടിൻ്റെ പടി ചവിട്ടിക്കയറി. ദേവദത്തൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഇനിയൊന്ന് കുളിക്കണം, എന്നിട്ട് സുഖമായി ഉറങ്ങണം. പക്ഷേ അയാൾക്ക് പെട്ടെന്നൊന്നും വിടുതൽ കിട്ടിയില്ല. ടാക്സിക്കാർക്ക് ബാക്കി പണം കൊടുത്ത് കണക്ക് തീർക്കണമായിരുന്നു. വാടകയ്ക്കെടുത്ത കസേരകളും പാത്രങ്ങളും തിരിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്യണമായിരുന്നു. കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്ന ബന്ധുക്കളെ യാത്ര അയക്കണമായിരുന്നു. സന്ധ്യയായപ്പോഴാണ് ദേവദത്തിന് ഇത്തിരി വിശ്രമം കിട്ടിയത്. കൊച്ചേട്ടന് കുളിക്കണ്ടേ? സുഭദ്ര വന്ന് ചോദിച്ചു. കുളിക്കണം. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. എണ്ണ എടുത്തുകൊണ്ട് വരട്ടെ ഞാൻ? ചൂടുവെള്ളം ദാസേട്ടന് കൊടുക്ക. എനിക്ക് പച്ചവെള്ളം മതി സുഭദ്രേ. 2 ദിവസം കഷ്ടപ്പെട്ടതല്ലേ?
ശരീരവേദന കാണുമെന്ന് വിചാരിച്ച ഞാൻ. എങ്കിൽ ചൂടുവെള്ളം മാത്രം പോരാ, ഇത്തിരി തൈലമോ കുഴമ്പോ കൂടി വേണം. സുഭദ്ര അത് കാര്യമായിട്ടെടുത്തു. കുറച്ച് കുഴമ്പിരിപ്പുണ്ട്, കൊണ്ടുവരട്ടെ? നീ ഒരു പൊട്ടി തന്നെ. പോയി ദാസേട്ടനും ഏട്ടത്തിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. ഞാനത്ര പൊട്ടിയൊന്നുമല്ല, സുഭദ്ര പ്രതിഷേധിച്ചു. ആര് പറഞ്ഞു അല്ലെന്ന്? നിന്നെപ്പോലൊരു മരക്കഴുതിയെ ഞാൻ കണ്ടിട്ടേയില്ല. അവളെ ചൊടിപ്പിക്കാനായി അയാൾ പറഞ്ഞു. എനിക്ക് കൊച്ചേട്ടനോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. ആരാണ് കല്യാണത്തിന് വന്ന ആ സുന്ദരിപ്പെണ്ണ്? താര. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരി. അന്ന് പലരോടും പറഞ്ഞ കാര്യമായതിനാൽ നിസ്സാരമട്ടിൽ പറയാൻ കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഞാനത്ര പൊട്ടിയൊന്നുമല്ലെന്ന്. എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ. എന്തു മനസ്സിലായി? കൂടുതലൊന്നും പറയണ്ട. പിടികൊടുക്കാതെ അവൾ ഓടി. എന്തെങ്കിലും സംശയമുണ്ടായി കാണും പെണ്ണിന്. അതൊന്നും തൽക്കാലം അമ്മയുടെ ചെവിയിൽ എത്താതിരുന്നാൽ മതിയായിരുന്നു. അമ്മയെ താൻ കബളിപ്പിച്ചു എന്ന തോന്നലുണ്ടാവണ്ട. സാവകാശമെല്ലാം പറയാം. 6 മാസത്തെ സമയമുണ്ടല്ലോ. ദേവദത്തൻ പോയി കുളിച്ചു വസ്ത്രം മാറി വന്നു. ബന്ധുക്കൾ എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. കല്യാണത്തിന് വരാൻ സാധിക്കാത്ത ചില സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെ ദാസേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. അവർ മുറ്റത്തുണ്ട്. ഏട്ടത്തിയമ്മ എവിടെ? ദേവദത്തൻ സുഭദ്രയോട് ചോദിച്ചു. മുറിയിലുണ്ട്. കുളിക്കുന്നുണ്ടോന്ന് ചോദിച്ചില്ലേ നീ? മേൽ കഴുകിയതേ ഉള്ളൂ. അമ്മ അപ്പോൾ വന്നു. ചോറ് വിളമ്പട്ടെ ദേവാ? ഇന്ന് നേരത്തെ കിടക്കണം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ പറഞ്ഞു. വിളമ്പ് അമ്മേ, എനിക്കും നേരത്തെ കിടക്കണം. ദേവദത്തനും ദാസനും കൂടിയാണ് ഊണ് കഴിക്കാനിരുന്നത്. ഊർമിള എവിടെ? അമ്മ ചോദിച്ചു. ഞാൻ പിന്നീട് ഇരുന്നോളാം അമ്മേ, അവൾ പറഞ്ഞു. അതു വേണ്ട, നീയും ഇരിക്കും മോളെ. അമ്മ അവളെ നിർബന്ധപൂർവം ദാസന്റെ അടുത്തിരുത്തി. അമ്മയും സുഭദ്രയും അടുത്തുനിന്ന് മൂവർക്കും വിളമ്പി. ദേവദത്തിന് എന്ന് തിരിച്ചു പോകണം? ദാസൻ ചോദിച്ചു. നാളെ കൂടി ലീവുണ്ടെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? ഉച്ച കഴിഞ്ഞ് പോണം ദാസേട്ട. ചെന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ദേവദത്തൻ പറഞ്ഞു. അടുത്തയാഴ്ച നീ ഇങ്ങോട്ട് വരുമോ? അമ്മ ചോദിച്ചു. ഇനിയിപ്പം ഉടനെ ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. സഹായത്തിന് അമ്മയ്ക്ക് ഒരാളെ കിട്ടിയില്ലേ? എല്ലാവരും ചിരിച്ചു. ഊണ് കഴിഞ്ഞ് ദേവദത്തൻ മുറിയിൽ ചെന്നപ്പോൾ സുഭദ്ര മെത്ത വിരിക്കുകയായിരുന്നു. ദാസേട്ടൻ്റെ മുറി ഒരുക്കിക്കൊടുത്തോ നീ? മണിയറ ഞാനാ ഒരുക്കിക്കൊടുത്തത്. ഭംഗിയായിട്ടുണ്ടോയെന്ന് കൊച്ചേട്ടനൊന്ന് പോയി നോക്കിക്കേ. എനിക്ക് കാണണമെന്നില്ല. സിനിമയിലൊക്കെ കാണുന്നത് പോലെ കിടക്കയ്ക്ക് ചുറ്റും മുല്ലപ്പൂമാല കെട്ടിയിടണമെന്ന് വിചാരിച്ചതാ. പക്ഷേ പൂവ് കിട്ടിയില്ല, അവൾ വ്യസനത്തോടെ പറഞ്ഞു. നിന്റെ കല്യാണത്തിന് മണിയറ ഒരുക്കൽ എൻ്റെ ചിലവിൽ. കളിയാക്കണ്ട. എന്തൊരു സംസാരമായിരുന്നു രണ്ടുപേരും കൂടെ. നല്ല ചേർച്ചയുണ്ട് 2 പേർക്കും. ആവശ്യമില്ലാതെ നീ വെറുതെ. എന്തായാലും എനിക്കിഷ്ടമായി. ഞാൻ പറയട്ടെ എല്ലാവരോടും? വേണ്ട, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ വഴിക്ക് വാ. ദേവദത്തൻ ചിരിച്ചു. കിടന്നപ്പോൾ തന്നെ അയാൾ ഉറങ്ങി. നല്ല ക്ഷീണവുമുണ്ടായിരുന്നു. രാവിലെ അയാൾ പൂമുഖത്തിരുന്ന് പത്രം വായിക്കുമ്പോഴാണ് ഊർമിള ചായയും കൊണ്ടുവന്നത്. കുളി കഴിഞ്ഞിരുന്നു. മുടി വിതർത്തിട്ട് അറ്റം കെട്ടിയിരുന്നു. സുഭദ്രയുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ പോരായിരുന്നോ? ചായ വാങ്ങിക്കൊണ്ട് ദേവദത്തൻ ചോദിച്ചു. സുഭദ്ര അടുക്കളയിൽ പണിയിലാണ്. ദാസേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. ഉണർന്നില്ല. ഇത്ര നേരമായിട്ടും. അയാൾ ക്ലോക്കിലേക്ക് നോക്കി. 8 മണിയാകാൻ 5 മിനിറ്റ്. ദാസേട്ടൻ ഇത്തിരി ഉഴപ്പനാണ്, പക്ഷേ ആൾ ശുദ്ധനുമാണ്. അതുകൊണ്ട് കൈകാര്യം ചെയ്യുവാൻ എളുപ്പവുമാണ്, ദേവദത്തൻ പറഞ്ഞു. ദേവൻ ഇന്ന് പോകും അല്ലേ? ഊർമിള ചോദിച്ചു. ഉച്ചകഴിഞ്ഞ് പോകണം. സന്ധ്യയ്ക്ക് മുൻപ് അങ്ങെത്താം. ദേവൻ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടോ? അന്ന് ദാസേട്ടൻ്റെ ഒപ്പം പെണ്ണ് കാണാൻ വന്നപ്പോൾ. ഏടത്തിയെ മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നി. പിന്നെ ദാസേട്ടൻ പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. എൻ്റെ ജൂനിയറായി കോളേജിലുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഡിഗ്രി 2ാം വർഷം കഴിഞ്ഞപ്പോഴാണ് ദേവൻ അവിടെ MAക്ക് ചേർന്നത്. അപ്പോൾ ഞാൻ 1 വയസ്സിന് മൂത്തതാണ് അല്ലേ? എങ്കിലും ഞാൻ ഏടത്തിയെന്നേ വിളിക്കൂ. ഇരുവരും ചിരിച്ചു. അത്തവണത്തെ കോളേജ് മാഗസിനിൽ കീറ്റ്സിൻ്റെ ഓ ടു ദ നൈറ്റിംഗേൽ എന്ന കവിത രാപ്പാടിയോട് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ലേ? ഏടത്തി അത് വായിച്ചോ? ആശ്ചര്യത്തോടെ ദേവദത്തൻ ചോദിച്ചു. വായിച്ചു. ആഴ്ചപ്പതിപ്പുകളിൽ എഴുതിയ കവിതകളും വായിച്ചിട്ടുണ്ട്. പത്രം ഓഫീസിൽ ജോലി കിട്ടും മുമ്പ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഏടത്തി. പത്രം ഓഫീസിൽ കയറിയതോടെ കവിത കുറഞ്ഞു. മറ്റെഴുത്തുകൾ കൂടി. അധികം എഴുതണമെന്നില്ല. എഴുതുന്നത് നന്നായാൽ മാത്രം മതി. ദേവദത്തിന് സന്തോഷം തോന്നി. കവിത വായിക്കുന്ന ഒരു ഏട്ടത്തിയമ്മ. നല്ല കാര്യം. അന്നുച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ദേവദത്തൻ മടങ്ങി. സന്ധ്യയ്ക്ക് മുൻപ് അയാൾ താമസ സ്ഥലത്ത് എത്തി. ബാഗ് മുറിയിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ അയാൾ ഇറങ്ങി. വിനീത ബുക്ക് ഹൗസിലേക്കാണ് പോയത്. ഭാഗ്യത്തിന് ഭാനുചന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. കല്യാണം ഭംഗിയായി നടന്നോ ദേവ?
ഭാനു ചോദിച്ചു. സർവം മംഗളം. ചിരിച്ചുകൊണ്ട് ദേവദത്തൻ പറഞ്ഞു. തിരക്കുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. പറഞ്ഞിരുന്നല്ലോ ഞാൻ. ഒരാശംസ അയച്ചിരുന്നു. കിട്ടി ഭാനു. പ്രേമയ്ക്ക് പകരം ആളെ കിട്ടിയോ? ദേവദത്തൻ ചോദിച്ചു. ഇല്ല ദേവ. കല്യാണത്തിന് ഇനി 4-5 ദിവസമല്ലേ ഉള്ളൂ. എന്നിട്ട് പോലും ഇന്നും പ്രേമ വന്നിരുന്നു. എങ്കിൽ ഞാനൊരാളെ തരാം. എമ്മയ്ക്ക് എഴുതിയിരിക്കുന്ന പെൺകുട്ടിയാണ്. സാഹിത്യവാസനയൊന്നുമില്ലെങ്കിലും സഹൃദയാണ്. ആരാണ് കക്ഷി? താര എന്നാണ് പേര്. എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. എങ്ങനെയുള്ള പരിചയം? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഭാനുചന്ദ്രൻ വിസ്മയത്തോടെ അയാളെ നോക്കി. എങ്കിൽ താരയെ ഇപ്പോൾ തന്നെ നിയമിച്ചിരിക്കുന്നു. നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. ഭാനു പറഞ്ഞു. താങ്ക്സ് ഭാനു. വിവരമറിയുമ്പോൾ താരയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടാക്കുമെന്ന് ദേവദത്തിന് ഊഹിക്കാൻ കഴിഞ്ഞു. നാളെ വന്ന് ജോയിൻ ചെയ്യാൻ കഴിയുമോ താരയ്ക്ക്? ഭാനു ചോദിച്ചു. ഒരാഴ്ചത്തെ സമയമെങ്കിലും വേണ്ടിവരും. ജോലി ചെയ്യാൻ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അമ്മ അത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നാളെ തന്നെ നമുക്കൊരു നിയമന ഉത്തരവ് അയക്കാം. എന്താ? ശരി. പിറ്റേ ദിവസം തന്നെ താരയ്ക്ക് നിയമന ഉത്തരവ് പോയി. അധ്യായം 29. കല്യാണത്തിന് പോയിട്ട് മടങ്ങി വന്നപ്പോൾ താരയോട് 2 ചോദ്യങ്ങൾ മാത്രമേ കൗസല്യദേവി ചോദിച്ചുള്ളൂ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ താരെ? ഇല്ല. വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ? ഉവ്വ്. ആഹ്ലാദപതിയാണ് അമ്മയെന്ന് താരയ്ക്ക് തോന്നി. ഉള്ളിൽ വളർന്ന പക വെളിപ്പെടുത്താതെ താര വേഗം അവളുടെ മുറിയിലേക്ക് പോയി. അമ്മ കാണിച്ച സ്നേഹം യഥാർത്ഥമല്ലായിരുന്നു. തന്നെ സന്തോഷിപ്പിക്കാനല്ല അമ്മ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞുവിട്ടത്. അമ്മയ്ക്ക് സന്തോഷിക്കാനായിരുന്നു. താനില്ലാത്ത നേരത്ത് സിയാറിനെ ക്ഷണിച്ചു വരുത്താനായിരുന്നു. പെട്ടെന്നുണ്ടായ സ്നേഹപ്രകടനം കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയതാണ്. കല്യാണത്തിന് പോകാൻ ചോദിക്കും മുൻപേ അനുവാദം. ഉടുത്തുകൊണ്ടു പോകാൻ പുതിയ സാരി. കൂടെ വരാൻ കാറുമായി രാജേന്ദ്രൻ. ആ പച്ച നിറമുള്ള കാർ സിയാറിൻ്റേതായിരുന്നില്ലേ? അയാൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയായിരുന്നില്ലേ? ഒന്നുകൂടി ഉറപ്പുവരുത്തുവാൻ ദേവകിയുടെ അടുത്തേക്ക് ചെന്നു താര. കൗസല്യദേവി അപ്പോൾ കുളിക്കുകയായിരുന്നു. കല്യാണത്തിന് പോയ വിശേഷങ്ങൾ ദേവകിയോട് പറയുന്ന കൂട്ടത്തിൽ താര ചോദിച്ചു. സിയാർ എപ്പോഴാ വന്നത് ദേവകി? സ്വാഭാവികമായ രീതിയിലാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്. ദേവകി ഒന്നും സംശയിച്ചതുമില്ല. ഒരു 10-10:30 കാണും. നിഷ്കളങ്കിയായ ദേവകി പറഞ്ഞു. കൂടെ വേറെ ആരുണ്ടായിരുന്നു? തനിച്ചാ വന്നേ. അതുകൊണ്ടായിരിക്കും അമ്മ ഇന്ന് എങ്ങോട്ടും പോകാഞ്ഞേ. ദേവകി മൂളി. കൂടുതലൊന്നും താര ചോദിച്ചില്ല. എന്തു ചോദിക്കാൻ? അമ്മയെ അഭിമുഖീകരിക്കുവാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് യാത്രാക്ഷീണമെന്ന വ്യാജേന താര നേരത്തെ അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരാതെ കിടക്കുമ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തുവാൻ തനിക്ക് അവകാശമില്ലെന്ന് താരയ്ക്ക് തോന്നി. കൂട്ടുകാരിയുടെ ആങ്ങളയുടെ കല്യാണമാണെന്ന് പറഞ്ഞ് താൻ പോയത് ദേവേട്ടനെ കാണാനില്ലേ? അമ്മയെ കബളിപ്പിക്കുകയായിരുന്നില്ലേ താൻ ചെയ്തത്? അമ്മ തന്നെയും ഒന്ന് കബളിപ്പിച്ചു. അത്രയല്ലേ ഉണ്ടായുള്ളൂ. അമ്മയ്ക്ക് പറ്റിയ മകൾ തന്നെ. താര ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിരി വന്നില്ല. ഈ ലോകത്ത് ആരും തെറ്റ് ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മാത്രമേ ഓരോ പ്രവൃത്തിയും തെറ്റാകുന്നുള്ളൂ. താര അന്ന് സുഖമായി ഉറങ്ങി. പ്രത്യേകതയൊന്നുമില്ലാതെ പിന്നീടുള്ള 2 ദിവസങ്ങൾ കടന്നുപോയി. രാവിലെ അലസമായി കിടക്കുമ്പോഴാണ് ചുമരലമാരയുടെ ഏറ്റവും മുകളിലെ തട്ടിലിരിക്കുന്ന പഴയ സൂട്ട് കേസ് താരയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊന്ന് തുറന്നു നോക്കിയിട്ട് 2 വർഷമെങ്കിലും ആയി കാണും. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന സൂട്ട് കേസാണ് ഇത്. ഡിഗ്രി പഠനം കഴിഞ്ഞതോടെ അതിൻ്റെ പൂട്ടിന് കേടുവന്നു. അങ്ങനെയാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ കാലയളവിൻ്റെ ചില സ്മാരകങ്ങൾ ആ പെട്ടിയിൽ ഭദ്രമായി അടക്കം ചെയ്തിട്ടുണ്ട്. ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോൾ വാങ്ങിയ ചില കൗതുക വസ്തുക്കൾ, ചില സമ്മാനങ്ങൾ, ഓട്ടോഗ്രാഫ് എന്ന ഓർമ്മ പുസ്തകം, ചില കത്തുകൾ എല്ലാം എടുത്തുനിന്ന് നോക്കാൻ താരയ്ക്ക് കൗതുകം തോന്നി. അമ്മ ഓഫീസിലേക്ക് പോകട്ടെ. എന്നിട്ടും മതി പുരാവസ്തു ഗവേഷണം. 10 മണിയാകും മുമ്പ് രാജേന്ദ്രൻ കാറിറക്കി. 10 മണിയായപ്പോൾ അമ്മ പോയി. താര ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്ന് അതിന്മേൽ കയറി നിന്ന് അലമാരയുടെ മുകളിൽ നിന്ന് പഴയ ആ സൂട്ട് കേസ് താഴെ ഇറക്കി വെച്ചു. തറയിൽ മുട്ടുകുത്തിയിരുന്ന് അവൾ പെട്ടി തുറന്ന് പരിശോധിച്ചു. മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഓട്ടോഗ്രാഫ്. നീലയും മഞ്ഞയും റോസും നിറത്തിലുള്ള താളുകൾ ഇടകലർന്ന ഒരു ചെറിയ ബുക്കിൽ കൂട്ടുകാർ മനസ്സിൽ തോന്നിയതെല്ലാം എഴുതിയിട്ടുണ്ട്. ലോകോക്തികൾ, തമാശ കലർന്ന ഉപദേശങ്ങൾ, അഭ്യർത്ഥനകൾ. താളുകൾ ഓരോന്നായി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാഞ്ഞുപോയ ചില മുഖങ്ങളും മറന്നുപോയ ചില സംഭവങ്ങളും വീണ്ടും തെളിമയോടെ താരയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഓട്ടോഗ്രാഫ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. എന്തുകൊണ്ടോ ആ വിളി തനിക്കുള്ളതാണെന്ന് താരയ്ക്ക് തോന്നി. ഓട്ടോഗ്രാഫ് നിലത്തിട്ടിട്ട് ഫോണിനടുത്തേക്ക് ഓടി. ഹലോ, മാധവസദനം. താര പറഞ്ഞു. മിസ്
താര മാധവനെ ഒന്ന് തരാമോ പ്ലീസ്? കുസൃതിയോടെ ഒരു പുരുഷ ശബ്ദം. ദേവദത്തിൻ്റെ സ്വരം അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സംസാരിക്കൂ മിസ് താരാമാധവൻ, ഇതാ കാതോർത്ത് നിൽക്കുന്നു. ഹൃദ്യമായ ഒരു പൊട്ടിച്ചിരിയാണ് അവൾ അപ്പോൾ കേട്ടത്. താര, കല്യാണം കഴിഞ്ഞ് നീ സുരക്ഷിതമായി വീട്ടിലെത്തിയില്ലേ? ദേവദത്തൻ ചോദിച്ചു. ഉവ്വ് സർ, അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ താങ്കളോട് സംസാരിക്കുവാൻ കഴിയുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കാൻ മാത്രം വിഡിയൊന്നുമല്ല എൻ്റെ അമ്മ. എങ്കിലും അമ്മയെ നീ തോൽപ്പിച്ചില്ലേ? ഇല്ല ദേവേട്ട, ഞങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ എനിക്ക് 5 മാർക്കും അമ്മയ്ക്ക് 50 മാർക്കും കിട്ടും, താര പറഞ്ഞു. അതിരിക്കട്ടെ, മത്സര പരീക്ഷ എഴുതാതെ നിനക്കൊരു ജോലി കിട്ടിയാൽ നീ അത് സ്വീകരിക്കുമോ താരേ? ജോലിയോ? എനിക്കോ? കളി പറയാതെ ദേവേട്ട. കളി പറഞ്ഞതല്ല താരേ, കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ ഒരു ഫ്രണ്ടിൻ്റെ പുസ്തക പ്രസിദ്ധീകരണശാലയിൽ ഒഴിവുണ്ടെന്ന കാര്യം. ഞാൻ ഇന്നലെ ഭാനുവുമായി നിന്റെ കാര്യം സംസാരിച്ചു. നിന്നെ നിയമിച്ചുകൊണ്ടുള്ള കത്ത് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേവേട്ട, താരയ്ക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കത്ത് കിട്ടിയാൽ കഴിയുന്നതും വേഗം താര ഇങ്ങ് വരണം. എന്തെങ്കിലും കാരണവശാൽ ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉടനെ വിവരം അറിയിക്കണം. ഭാനുവിന് വേറെ ആളിനെ കണ്ടെത്തണമല്ലോ. ആ ജോലി ഞാനെന്തിന് വേണ്ടെന്ന് വെക്കണം ദേവേട്ട? കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? അതുമാത്രമോ? അവിടെയാകുമ്പോൾ ദേവേട്ടൻ്റെ സാമീപ്യവും. നിന്റെ അമ്മ സമ്മതിക്കുമോ എന്നാണ് താരെ ഞാൻ ചോദിച്ചത്. അതൊന്നും പ്രശ്നമാവില്ല, അമ്മയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഭാനുവിൻ്റെ കത്ത് നാളെ ചിലപ്പോൾ നിനക്ക് കിട്ടിയേക്കും. ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. അത് നന്നായി ദേവേട്ട. പിറ്റേ ദിവസം രാവിലെ മുതൽ താര പോസ്റ്റ്മാൻ വരുന്നത് നോക്കി കാത്തിരുന്നു. ഉച്ചയായപ്പോഴാണ് അയാൾ വന്നത്. മനസ്സിൽ തോന്നിയ അരിശം അയാൾ കൊടുത്ത വെളുത്ത കവർ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കവറിന് പുറത്ത് വിനീത ബുക്സ് എന്ന് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ തയ്യാറാക്കിയ നിയമന ഉത്തരവായിരുന്നു അത്. വിനീത ബുക്സിൽ ഓഫീസ് അസിസ്റ്റൻ്റായി നിയമിച്ചിരിക്കുന്നു. ശമ്പളം 2000 രൂപ. ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കുക. താരയ്ക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. മാസം 2000 രൂപ, അത് മതി. സ്വന്തമായി ഒരു വരുമാനമുണ്ടാകാൻ പോകുന്നു. ഇനി ഒരു കാര്യത്തിനും അമ്മയോട് പണം വാങ്ങേണ്ടി വരില്ല. പക്ഷേ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? ഉച്ചയ്ക്ക് കൗസല്യദേവി വന്ന് ഒപ്പം ഊണ് കഴിക്കാനിരുന്നപ്പോഴാണ് താര അക്കാര്യം അമ്മയെ അറിയിച്ചത്. അമ്മയോട് പറയാതെ ഞാനൊരു കാര്യം ചെയ്തു. ചോദ്യഭാവത്തിൽ കൗസല്യ അവളെ നോക്കി. ഞാനൊരു ജോലിക്ക് അപേക്ഷ അയച്ചിരുന്നു. ഒരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനിയാ. ഓഫീസിൽ അസിസ്റ്റൻ്റായിട്ട്. വെറുതെ ഇവിടെ ഇരുന്ന് ബോറടിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് താര പറഞ്ഞു. കൗസല്യ നിസ്സാരമട്ടിൽ ചിരിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ താരെ? ആ ജോലി നിനക്ക് തന്നെ കിട്ടുമെന്നാണോ വിചാരം? നിന്നേക്കാൾ എത്രയോ കഴിവുള്ളവർ വേറെ കാണും. എന്നെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഡർ വന്നമ്മേ. ഒരാഴ്ചയ്ക്കുള്ളിൽ ചെന്ന് ജോലിയിൽ പ്രവേശിക്കണം. ഇൻ്റർവ്യൂ പോലും നടക്കാതെ. കോളേജിൽ എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ ബന്ധുവാണമ്മേ അതിൻ്റെ ഉടമസ്ഥൻ. സാറ് റെക്കമെൻഡ് ചെയ്തു കാണും. ഞാൻ സാറിന് എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ നോക്കട്ടെ ഓർഡർ. താര ആ കത്തെടുത്തുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തു. അവരത് വായിച്ചു നോക്കി. 2000 രൂപ ശമ്പളം. നിനക്ക് നാണമില്ലേ താരെ? നമ്മുടെ ഓഫീസിലെ പ്യൂൺ അച്യുതന് പോലും ഇതിൽ കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. പരിഹാസത്തോടെ കൗസല്യ പറഞ്ഞു. ശമ്പളം നോക്കിയിട്ടല്ലമ്മേ ഞാൻ. നീ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. പോകുന്നെങ്കിൽ അത് നിന്നെ കല്യാണം കഴിച്ച് അയക്കുന്ന വീട്ടിലേക്ക് മാത്രം. അമ്മ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. എൻ്റെ താല്പര്യങ്ങൾ കൂടി അമ്മ കണക്കിലെടുക്കണം. എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പ്രായമൊക്കെ എനിക്കായില്ലേ? അതൃപ്തിയോടെ ചോദിച്ചു. താരയുടെ സംസാരം അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴാ നിനക്കതിനുള്ള പ്രായമായത്? ഈ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. എനിക്കിഷ്ടമില്ലാത്തതൊന്നും ഇവിടെ ആരും ചെയ്യില്ല. കൗസല്യദേവി അവരുടെ മുറിയിലേക്ക് പോയി. താര പിന്നാലെ ചെന്നു. അമ്മയെ പിണക്കിയിട്ട് ഒന്നും നേടാനാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. വാശി തോന്നിയാൽ അമ്മ പിന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അമ്മ എനിക്ക് 6 മാസത്തെ സമയം തന്നിട്ടില്ലേ? അത്രയും നാളത്തേക്ക് മതി ജോലി. എപ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞാലും ആ നിമിഷം ജോലി കളഞ്ഞിട്ട് ഞാനിവിടെ വരാം. വേണ്ട, നക്കാപ്പിച്ച ശമ്പളത്തിന് നീ ജോലി ചെയ്യാൻ പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. നീ പോ താരേ, എനിക്കൊന്ന് കിടക്കണം. കണ്ണീരോടെയാണ് താര അവളുടെ മുറിയിലേക്ക് പോയത്. പ്രത്യേക താല്പര്യമെടുത്ത് ദേവേട്ടൻ വാങ്ങിത്തന്ന ജോലിയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് വളരെയധികം സന്തോഷിച്ചതുമാണ്. പക്ഷേ കൗസല്യദേവി ഉച്ചമയക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ ദേവകി ചായയുമായി എത്തി. താരയ്ക്ക് ചായ കൊടുത്തോ നീ? അവർ ചോദിച്ചു. കൊടുത്തിട്ട് കുടിച്ചില്ല ചേച്ചി, കിടന്ന് കരച്ചിലാണ്.
വേണമെങ്കിൽ കുടിക്കട്ടെ. കൗസല്യാദേവി വീണ്ടും ഓഫീസിലേക്ക് പോയി. സന്ധ്യയാകാറായപ്പോഴാണ് അവർ വന്നത്. താരയെ പുറത്തെങ്ങും കണ്ടതേയില്ല. അവർ താരയുടെ മുറിയിലേക്ക് ചെന്നു. ജനാലയ്ക്കരികിൽ കസേരയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു താര. താരേ, കൗസല്യാദേവി വിളിച്ചു. താര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, മുഷിഞ്ഞ ഉടുപ്പുകൾ മാറിയിട്ടില്ല. മുടി അലങ്കോലപ്പെട്ട് കിടക്കുന്നു. നീ ഇന്ന് കുളിച്ചില്ലേ? മറുപടി പറയാതെ താര മുഖം തിരിച്ചു. അധികം സംസാരിച്ചിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കൗസല്യാദേവി പിന്നെ അവിടെ നിന്നില്ല. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും താരയെ കണ്ടില്ല. അവൾ എന്തെങ്കിലും കഴിച്ചോ ദേവകി? ഇല്ല ചേച്ചി, വിശപ്പില്ലെന്ന്. നിരാഹാരം കിടന്ന് ജയിക്കാമെന്നായിരിക്കും മനസ്സിലിരിപ്പ്. രാത്രിയിൽ അവർ സിയാറിന് ഫോൺ ചെയ്തു. താര എന്നോടിത്തിരി മുഷിഞ്ഞിരിക്കുകയാണ് സിയാർ. എന്തു വേണമെന്ന് എനിക്കറിയില്ല. എന്തുണ്ടായി കൗസല്യേ? താരയുടെ ജോലിക്കാര്യം അവർ പറഞ്ഞു. ഇത്രയുള്ളോ? എന്തിനാ കൗസല്യേ താരയെ വിടാതിരിക്കുന്നേ? അവൾ പോകട്ടെ. പഠിക്കുക, ജോലി കിട്ടുക, ശമ്പളം വാങ്ങി ഇഷ്ടം പോലെ ചെലവാക്കുക, ഇതൊക്കെ ജീവിതത്തിലെ ചില നല്ല അനുഭവങ്ങളാണ്. നമ്മൾ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നേ? സിയാർ ചോദിച്ചു. ശമ്പളം എത്രയാണെന്നറിയാമോ? വെറും 2000. പുച്ഛത്തോടെ അവർ പറഞ്ഞു. എന്നാലും അത് വെറുതെ കിട്ടുമോ? നമുക്കൊരു അന്തസ്സില്ലേ സിയാർ? എൻ്റെ പ്യൂണിന് പോലും അതിൽ കൂടുതൽ. അങ്ങനെ ചിന്തിക്കുന്നതിലൊന്നും അർത്ഥമില്ല. കിട്ടുന്നതനുസരിച്ച് ജീവിക്കാനും പഠിക്കണം. താരയ്ക്ക് അതിനൊരവസരമാണ്. പക്ഷേ കല്യാണം? ഇനിയും 6 മാസത്തെ സമയമുണ്ടല്ലോ. അതുവരെ പോകട്ടെ. കല്യാണമാകുമ്പോഴേക്ക് വിളിച്ചുകൊണ്ടുവരാം. അതുവരെ നമുക്കും ഇത്തിരി സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. സിയാർ പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൗസല്യയ്ക്ക് തോന്നി. അവൾ പോകട്ടെ. ആവശ്യമുള്ളപ്പോൾ ചെന്ന് വിളിച്ചുകൊണ്ടു വന്നാൽ മതിയല്ലോ. കൗസല്യ അപ്പോൾ തന്നെ താരയുടെ മുറിയിലേക്ക് ചെന്നു. വാതിലിൽ മുട്ടി വിളിച്ചു. അല്പനേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. അമ്മയെ കണ്ട് താര ഒന്ന് പകച്ചു. ഞാൻ കാരണം ദുഃഖിച്ചിരിക്കേണ്ട. ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ 6 മാസത്തേക്ക് മാത്രം. എന്താ, സമ്മതമാണോ? ചോദ്യം കേട്ട് പെട്ടെന്ന് താരയുടെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് സമ്മതമാണമ്മേ. പിറ്റേ ദിവസം പോകാനുള്ള ഒരുക്കങ്ങൾ. അതിൻ്റെ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ താര വീണ്ടും പെട്ടിയും ബാഗുമായി പരിചിതമായ ആ നഗരത്തിൽ വണ്ടിയിറങ്ങി. അവളെ സ്വീകരിക്കാൻ ദേവദത്തൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അധ്യായം 30. ഒരു വലിയ സൂട്ട് കേസും എയർബാഗുമായിട്ടാണ് താര എത്തിയത്. രണ്ടും തീവണ്ടിയിൽ നിന്ന് പുറത്തെടുത്തു വയ്ക്കാൻ ദേവദത്തൻ സഹായിച്ചു. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആളൊഴിയട്ടെ, നമുക്ക് പതിയെ പോകാം, ദേവദത്തൻ പറഞ്ഞു. അന്ന് ഞാൻ പോകുമ്പോൾ എന്നെ യാത്രയയക്കാൻ ദേവേട്ടൻ മാത്രം, ആഹ്ലാദത്തോടെ താര പറഞ്ഞു. വേർപിരിയലിൻ്റെ വേദനയോ ഒന്നിച്ചു ചേരലിൻ്റെ സുഖമോ ഏതാണ് വലുത്? അയാൾ തമാശമട്ടിൽ ചോദിച്ചു. സന്തോഷത്തേക്കാൾ എപ്പോഴും ദുഃഖത്തിനാണ് തീവ്രത, താര പറഞ്ഞു. വളരെ ശരി. പക്ഷേ ഈ സന്തോഷത്തെ കുറിച്ച് കാണരുത് ദേവേട്ടൻ. എൻ്റെ ഹൃദയം ആകാശത്ത് പറക്കുന്ന പട്ടം പോലെയാണ്. ഭാരമില്ലാത്ത അവസ്ഥ. ഒരു സ്വപ്നം പോലെ അതിങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ ഉയർന്നു പോവുകയാണ്. വെക്കേഷൻ കാലത്ത് താര കവിത എഴുതാൻ പഠിച്ചുവെന്ന് തോന്നുന്നല്ലോ. ഇത് കവിതയൊന്നുമല്ല ദേവേട്ട. അന്ന് അനുഭവിച്ച വേദനയെ മായ്ച്ചു കളയുകയാണ് ഇന്നനുഭവിക്കുന്ന ഈ സന്തോഷം. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ മാത്രമാണ് എന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. വീണ്ടും ഈ നഗരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. മിസ്സിസ് കൗസല്യ മാധവന് സ്തുതി പറയുക. ശരിയാണ്, വിചാരിച്ചതുപോലെ അത്ര ക്രൂരയൊന്നുമല്ല അമ്മയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അമ്മയ്ക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കാണും. എങ്കിലും അമ്മ എന്നെ വിട്ടല്ലോ. അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാവിലെ വണ്ടിയിൽ കയറിയതല്ലേ? മണി 2:30 ആയല്ലോ. വിശക്കുന്നില്ലേ താരയ്ക്ക്? ദേവദത്തൻ ചോദിച്ചു. രാവിലെ ദേവകി പൊതിച്ചോറും തന്നാണ് വിട്ടത്. അതുകൊണ്ട് പട്ടിണി ഇരിക്കേണ്ടി വന്നില്ല ദേവേട്ട. എങ്കിലും ഒരു ചായ കുടിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. ലഗേജുമായി അവർ ലഘുഭക്ഷണശാലയിലേക്ക് ചെന്നു. ചായയ്ക്കും ഉഴുന്നുവടയ്ക്കും ദേവദത്തൻ ഓർഡർ കൊടുത്തു. ഇനി എന്താണ് താരയുടെ പ്ലാൻ? ചായ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു. എന്നുവെച്ചാൽ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? താര അത്ഭുതം ഭാവിച്ചു. ഇത് നല്ല ചോദ്യം. ജോലി ശരിയാക്കി എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ എന്നെ കൈയൊഴിയാനാണോ ഭാവം? ഇന്ന് രാത്രി താര എവിടെ താമസിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അക്കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഇന്ന് തന്നെ വന്നോളൂ എന്നല്ലേ ദേവേട്ടൻ പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വന്തമായി ഒരു മുറിയും ഒരു കട്ടിലും മാത്രമേ ഉള്ളൂ. എന്താ, പോരുന്നോ? കളിയായി അയാൾ ചോദിച്ചു. ദേവേട്ടൻ വിളിച്ചാൽ ഞാൻ എവിടേക്കും വരും. ഒരു പേടിയുമില്ല. എന്നാൽ തൽക്കാലം എൻ്റെ മോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ചാൽ മതി. ഇന്ന് വേണമെങ്കിൽ അനിതയുടെ ഗസ്റ്റായി കൂടാം. എന്താ?
താര പൊട്ടിച്ചിരിച്ചു. ദേവേട്ടനെ എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞെന്നേയുള്ളൂ. ഇന്നലെ രാത്രി തന്നെ ഞാൻ എൻ്റെ പഴയ ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തിരുന്നു. തൽക്കാലം ഗസ്റ്റായി താമസിക്കുവാൻ മേട്ടൻ അനുവാദം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ എന്നെ ഇങ്ങനെ വിടുമെന്ന് ദേവേട്ടൻ വിചാരിക്കുന്നുണ്ടോ? നന്നായി, ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വേറെ താമസസ്ഥലം കണ്ടുപിടിക്കാം, ദേവദത്തൻ പറഞ്ഞു. സുഖമായി എത്തിച്ചേർന്ന വിവരം അറിയിക്കാൻ താര അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ടാക്സിയിൽ അവർ ഹോസ്റ്റലിലേക്ക് പോയി. നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് താരയ്ക്ക് മുറി കിട്ടാൻ പ്രയാസമുണ്ടായില്ല. നാളെ 10 മണിയാകുമ്പോൾ ഞാൻ വരാം. എന്നിട്ട് നമുക്ക് വിനീത ബുക്ക് ഹൗസിലേക്ക് പോകാം, ദേവദത്തൻ പറഞ്ഞു. താര തലകുലുക്കി. ദേവേട്ടന് പോകാൻ ധൃതിയുണ്ട് അല്ലേ? അവൾ നിരാശയോടെ ചോദിച്ചു. 1 മണിക്കൂറിനകം ചെല്ലാമെന്ന് ബാബു സാറിനോട് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത്. സംസാരിച്ചിട്ട് മതിയായില്ല എനിക്ക്. സാരമില്ല, ഇനി കുറേ നാൾ എന്തായാലും താര ഇവിടെ ഉണ്ടാകുമല്ലോ, 6 മാസത്തേക്കെങ്കിലും. അതൊന്നും എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാതെ. വെറുതെ പറഞ്ഞതല്ലേ, നാളെ വരാം. ദേവദത്തൻ പോയപ്പോൾ താര മുറിയിലേക്ക് ചെന്നു. ജൂനിയറായി പഠിച്ച കുറേ കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ. ചിലരെയൊക്കെ അവൾ കണ്ടു. താര കുളിച്ച് വേഷം മാറി തൻ്റെ പഴയ മുറിയിലേക്ക് പോയി. അവിടെ ഇപ്പോൾ പരിചയമില്ലാത്ത വേറെ 2 കുട്ടികളാണ് താമസം. ചേച്ചി, നിങ്ങളുടെ റിസൾട്ട് ഈ ആഴ്ച അവസാനം ചിലപ്പോൾ പബ്ലിഷ് ചെയ്തേക്കും. രാത്രിയിൽ മെസ് ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിചയമുള്ള ഒരു പെൺകുട്ടി വന്ന് താരയോട് പറഞ്ഞു. എങ്ങനെ അറിഞ്ഞു ഗീത? നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന വത്സല ചേച്ചി യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയിട്ട് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാ പറഞ്ഞത്. താരയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. നന്നായി എഴുതിയിട്ടുണ്ട്. 2nd ക്ലാസ് ഉറപ്പ്, 1st ക്ലാസ് ചിലപ്പോൾ കിട്ടിയേക്കും. പിറ്റേ ദിവസം രാവിലെ ദേവദത്തൻ വന്നപ്പോൾ താര തയ്യാറായി നിൽക്കുകയായിരുന്നു. ഈ ഭാനുചന്ദ്രൻ ആളെങ്ങനെ ദേവേട്ട? വിനീത ബുക്ക് ഹൗസിലേക്ക് പോകുമ്പോൾ താര ചോദിച്ചു. കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തവനാണ്, പോരാത്തതിന് കല്യാണം കഴിച്ചവനും. അതുകൊണ്ട് പ്രതീക്ഷയൊന്നും വേണ്ട. ഞാൻ അതൊന്നുമല്ല ചോദിച്ചത്. താരയ്ക്ക് ദേഷ്യം വന്നു. ദേവദത്തൻ ചിരിച്ചു. പിന്നെന്താ ഇത്ര പേടി? ഞാനല്ലേ താരയെ കൊണ്ടുപോകുന്നത്. ഇൻ്റർവ്യൂ നടത്താതെ, ആളിനെ ഒന്ന് കാണുക പോലും ചെയ്യാതെ. താരയെക്കുറിച്ച് ഒരൊറ്റ കാര്യമേ ഞാൻ ഭാനുവിനോട് പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോൾ പിന്നെ വേറൊന്നും അയാൾക്കറിയണ്ടായിരുന്നു. എന്താണ് ദേവേട്ടൻ പറഞ്ഞത്? ആകാംക്ഷയോടെ താര ചോദിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീയെന്ന്. ദേവേട്ട, അവൾ അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഓട്ടോറിക്ഷ വിനീത ബുക്ക് ഹൗസിൻ്റെ മുൻവശത്ത് ചെന്നു നിന്നു. പ്രധാന നിരത്തിൻ്റെ വക്കിലുള്ള ഭേദപ്പെട്ട ഒരു പുസ്തകക്കടയായിരുന്നു അത്. ധാരാളം പുസ്തകങ്ങൾ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. താര വരൂ. ദേവദത്തൻ അവളെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഭാനുചന്ദ്രൻ ഉണ്ടായിരുന്നു അവിടെ. ഭാനു, ഇതാണ് ഞാൻ പറഞ്ഞ. മനസ്സിലായി. താര മാധവൻ അല്ലേ? ഇരിക്കൂ, സൗഹൃദത്തോടെ ഭാനുചന്ദ്രൻ പറഞ്ഞു. അവർ എതിരെയുള്ള കസേരകളിലിരുന്നു. ആഡംബരമൊന്നുമില്ലാത്ത ഓഫീസായിരുന്നു അത്. പക്ഷേ മുറിയിൽ നല്ല വെടുപ്പും വൃത്തിയും. പ്രേമ വരുമോ ഇന്ന്? ദേവദത്തൻ ചോദിച്ചു. ബുധനാഴ്ചയല്ലേ കല്യാണം? അതിൻ്റെ തിരക്കിലാണവൾ. ഇന്നലെ വന്നിരുന്നു. ഇനി നോക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതാ, താരയെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നിങ്ങൾ സംസാരിക്കുക. ഇതോടെ എൻ്റെ റോൾ തീർന്നിരിക്കുന്നു, ദേവദത്തൻ പറഞ്ഞു. തൻ്റെ റോൾ അങ്ങനെയൊന്നും തീർന്നതല്ല. ഇരിക്കവിടെ. ഭാനുചന്ദ്രൻ താരയുടെ നേർക്ക് തിരിഞ്ഞു. താരയെക്കുറിച്ച് ചിലതൊക്കെ ദേവൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അനുവദിച്ചോ പോരാൻ? താര പുഞ്ചിരിച്ചു. ആദ്യം സമ്മതിച്ചില്ല. എപ്പോൾ ആവശ്യപ്പെട്ടാലും ഉടൻ തിരിച്ചു ചെല്ലണമെന്ന അവസ്ഥയിലാണ് ഒടുവിൽ വിട്ടത്. അപ്പോൾ ഏതു ദിവസവും ഈ പുതിയ അസിസ്റ്റന്റിനെ നഷ്ടപ്പെടാമെന്നർത്ഥം. അത് സാരമില്ല, തൽക്കാലത്തെ പ്രതിസന്ധി തീർന്നല്ലോ. താര എവിടെയാ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ എൻ്റെ പഴയ ഹോസ്റ്റലിലായിരുന്നു ഗസ്റ്റായിട്ട്. അവിടെ സ്റ്റുഡൻസിനെ മാത്രമേ താമസിപ്പിക്കൂ, താര പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ദേവ? ഭാനുചന്ദ്രൻ ചോദിച്ചു. വേറെ എവിടെയെങ്കിലും നോക്കണം. ഭാനുചന്ദ്രൻ എന്തോ ആലോചിച്ച് ഒരു നിമിഷം ഇരുന്നു. എനിക്ക് വേറൊരു ഐഡിയ തോന്നുക. ദേവദത്തൻ ജ്യോതിഭാവത്തിൽ അയാളെ നോക്കി. എൻ്റെ ചെറിയമ്മയെക്കുറിച്ച് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? ചെറിയച്ഛൻ മരിച്ചതിൽ പിന്നെ സരസ്വതി ചിറ്റയും 2 മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. മൂത്തവൾ ശാലിനിക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി. ഇളയവൻ ശരത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. ചിറ്റ നല്ല സ്ത്രീയാണ്. താരയ്ക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. ദേവദത്തൻ താരയെ നോക്കി. ദേവേട്ടൻ തീരുമാനിക്കൂ. എന്തായാലും എനിക്ക് സമ്മതമാണ്, താര പറഞ്ഞു. എങ്കിൽ അതാണ് നല്ലത്. ഹോസ്റ്റൽ ജീവിതത്തിൽ നിന്ന് ഒരു ചേഞ്ച്. താരയെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കാമോ എന്ന് ഇന്ന് തന്നെ ഞാൻ ചിറ്റയോട് ചോദിക്കാം. ദേവദത്തൻ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങുകയാണ് ഭാനു. വൈകുന്നേരം വരാം. താരയെ എപ്പോൾ വിടും? 5 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും താരയ്ക്ക് പോകാം.
വേണമെങ്കിൽ 6 വരെ ഇരിക്കുന്നതിലും വിരോധമില്ല. താരയോട് യാത്ര പറഞ്ഞ് ദേവദത്തൻ പോയി. ഭാനുചന്ദ്രൻ്റെ ക്യാബിനോട് ചേർന്നുള്ള അല്പം കൂടി വലിയ ഒരു മുറിയായിരുന്നു ഓഫീസ്. താരയെ അയാൾ അവിടേക്ക് കൊണ്ടുപോയി. 2 പേർക്കുള്ള ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. ചുമരലമാരയിൽ പുസ്തകങ്ങൾ, കൈയെഴുത്തു പ്രതികൾ, ഫയലുകൾ. ഇതാണ് താരയുടെ സീറ്റ്. പ്രേമ ഇവിടെയാണ് ഇരുന്നത്. ജനാലയ്ക്കടുത്തുള്ള മേശ കാട്ടി ഭാനുചന്ദ്രൻ പറഞ്ഞു. വേറെ 2 സ്റ്റാഫ് കൂടിയുണ്ട് ഇവിടെ, രമേശും ഉണ്ണിയും. അവർ ഷോറൂമിലാണ്. രമേശ് മാനേജറാണ്, ഉണ്ണി സെയിൽസ്മാനും. ഷോറൂമിലേക്ക് കൊണ്ടുപോയി ഭാനുചന്ദ്രൻ അവരെ പരിചയപ്പെടുത്തി. പ്രേമയ്ക്ക് പകരം നമുക്ക് കിട്ടിയ ആളാണ് താര. ദേവദത്തൻ്റെ ബന്ധുവാണ് താര, ഭാനുചന്ദ്രൻ പറഞ്ഞു. പ്രേമയ്ക്ക് പകരം വന്നതാണെങ്കിൽ താരയ്ക്ക് ആ കസേരയിൽ അധികനാൾ ഇരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, രമേശ് പറഞ്ഞു. അതെന്താ രമേശ? മംഗല്യഭാഗ്യമുള്ള സീറ്റാ അത്. ഉടൻ കല്യാണം നടക്കും, രമേശ് പറഞ്ഞു. ഭാനുചന്ദ്രൻ പൊട്ടിച്ചിരിച്ചു. പ്രേമയ്ക്ക് മുൻപ് റാണി എന്നൊരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. ജോലി കിട്ടി 1 വർഷമാകും മുൻപ് അവൾ കല്യാണം കഴിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ പ്രേമയുടെ കല്യാണം. എന്നാലും പ്രശ്നമുണ്ടാവില്ല രമേശ. കല്യാണം കഴിഞ്ഞാലും താരയെ ദേവൻ ഉടനെയെങ്ങും ഇവിടുന്ന് കൊണ്ടുപോവില്ല, അല്ലേ താരേ? താര വെറുതെ ചിരിച്ചു. പാവം ഭാനുചന്ദ്രൻ. അന്ന് താരയ്ക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ എഴുത്തുകളും മറ്റും നോക്കി അവൾ അതെല്ലാം പഠിച്ചു. അന്ന് വന്ന കത്തുകൾ ലെഡ്ജറിൽ ചേർത്ത് നമ്പറിട്ട് ഫയൽ ചെയ്തു. ഉച്ചയ്ക്ക് രമേശ് ഊണ് കഴിക്കാൻ പോയപ്പോൾ പകരം ഷോറൂമിലിരുന്നു. 4 പുസ്തകങ്ങൾക്ക് ബില്ലെഴുതി പണം വാങ്ങി. വിരസത അനുഭവപ്പെട്ടതേയില്ല. വൈകുന്നേരം ദേവദത്തൻ വന്നു. ഹോസ്റ്റലിലേക്ക് നടന്നാണ് അവർ പോയത്. ഫുട്പാത്തിലെ തിരക്കിലൂടെ സംസാരിച്ചുകൊണ്ട് കളിയും ചിരിയുമായി. പഴയ കാലങ്ങൾ തിരിച്ചു വരികയാണെന്ന് അവൾക്ക് തോന്നി. പിറ്റേ ദിവസം ഭാനുചന്ദ്രൻ ഒരു വാർത്തയും കൊണ്ടാണ് വന്നത്. ഇന്നലെ ഞാൻ സരസ്വതി ചിറ്റയോട് താരയെക്കുറിച്ച് സംസാരിച്ചു. താര ചെല്ലുന്നതിൽ ചിറ്റയ്ക്ക് സന്തോഷമേയുള്ളൂ. വേണമെങ്കിൽ ഇന്ന് തന്നെ ചെന്നോളൂ എന്നാണ് ചിറ്റ പറഞ്ഞത്. ദേവേട്ടനോടൊന്ന് പറഞ്ഞിട്ട്? ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. 4 മണിക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. 4 മണിയായപ്പോൾ ദേവദത്തൻ വന്നു. ഇന്ന് തന്നെ കുടിപ്പാർപ്പ് നടത്തരുതോ? അയാൾ ചോദിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല ദേവേട്ട. അവർ 3 പേരും കൂടിയാണ് അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് പെട്ടിയും ബാഗും എടുത്ത് സരസ്വതി ചിറ്റയുടെ വീട്ടിലേക്ക് പോയത്. പുതിയ വീട്, പുതിയ ആളുകൾ. ടാക്സിയിലിരിക്കുമ്പോൾ താരയ്ക്ക് നേരിയ ആശങ്കയുണ്ടായിരുന്നു. അധ്യായം 31. പച്ചച്ചായമടിച്ച ചെറിയ ഗേറ്റിന് മുന്നിൽ ടാക്സി നിന്നു. വീടെത്തി. എല്ലാവർക്കും ഇറങ്ങാം, ഭാനുചന്ദ്രൻ പറഞ്ഞു. പിന്നിലെ വാതിൽ തുറന്ന് ദേവദത്തനും താരയും ഇറങ്ങി. അവളുടെ സൂട്ട് കേസും ബാഗും എടുത്ത് പുറത്തു വച്ചിട്ട് അയാൾ ടാക്സിക്ക് കൂലി കൊടുത്തു. ഭാനുചന്ദ്രനാണ് ഗേറ്റ് തുറന്നത്. ഓടിട്ട് വെള്ള തേച്ച ഇടത്തരം വീട്. മുൻവശത്ത് അഴികളിട്ട വരാന്ത. മുറ്റത്ത് തുളസിത്തറ. ചുറ്റിനും മതിൽ. മതിലിനുള്ളിൽ ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും. വരൂ, ഭാനുചന്ദ്രൻ പറഞ്ഞു. അവർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി. ശബ്ദം കേട്ട് 50-ലധികം പ്രായം വരുന്ന ഒരു വെളുത്ത സ്ത്രീ പുറത്തേക്കിറങ്ങി വന്നു. ആഭിജാത്യമുള്ള മുഖം, കറുത്ത ബ്ലൗസും കരയുള്ള മുണ്ടും നേരിയതും വേഷം, നെറ്റിയിൽ ചന്ദനക്കുറി. താരേ, ഇതാണ് എൻ്റെ സരസ്വതി ചിറ്റ, ഭാനുചന്ദ്രൻ പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ താരയ്ക്ക് അവരെ ഇഷ്ടമായി. ചിറ്റേ, ഇതാണ് ഞാൻ പറഞ്ഞ താര, ഇത് ദേവദത്തൻ. ഭാനു ഇരുവരെയും പരിചയപ്പെടുത്തി. ചിറ്റ സ്നേഹത്തോടെ താരയുടെ കൈ പിടിച്ചു. ഭാനു ഇന്നലെ വന്ന് മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞങ്ങളുടെ സുഖദുഃഖങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന കുട്ടിയാണെങ്കിൽ വന്നോട്ടെ എന്ന്. എനിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല ചിറ്റേ, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാനാണ് എനിക്കിഷ്ടം, താര പറഞ്ഞു. ഇക്കാലം അത്രയും താര ഹോസ്റ്റലിലായിരുന്നു താമസം. പണം കൊടുത്താൽ എന്ത് സൗകര്യവും പുറത്തു കിട്ടും. പക്ഷേ സ്നേഹം കിട്ടുമോ ചിറ്റേ? ഭാനു ചോദിച്ചു. ശരി, താരയെ ഞാനെൻ്റെ 2ാമത്തെ മോളായി സ്വീകരിച്ചിരിക്കുന്നു, പോരെ? അവരുടെ സംഭാഷണം കൗതുകപൂർവ്വം കേട്ടു നിൽക്കുകയായിരുന്നു ദേവദത്തൻ. എന്താ ദേവദത്തൻ ഒന്നും പറയാതെ നിൽക്കുന്നത്? ചിറ്റ ചോദിച്ചു. നിങ്ങൾ അമ്മയും മകളും ചിറ്റയും മകനുമൊക്കെ സംസാരിക്കുന്നിടത്ത് ഞാനെന്തു പറയാൻ? പാവം, ഞാൻ ഔട്ടായില്ലേ? അയാൾ കളി പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ദേവദത്തൻ കവിയാണ് അല്ലേ? ചിറ്റ ചോദിച്ചു. ആര് പറഞ്ഞു ചിറ്റേ? ഭാനുവാണ് പറഞ്ഞത്. താരയ്ക്ക് ഇവിടെ ഒരു ബന്ധുവുണ്ടെന്നും ആൾ കവിയാണെന്നും അവൻ്റെ കൂട്ടുകാരനാണെന്നും. ഞാൻ കവിത വായിക്കാറില്ല. കഥകളും നോവലുകളുമൊക്കെയാണ് എനിക്കിഷ്ടം. അയ്യോ, ഞാൻ മറന്നു. ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? അകത്തേക്ക് വരൂ. താരയുടെ കയ്യിലെ പിടിവിടാതെ തന്നെ ചിറ്റ വരാന്തയിലേക്ക് കയറി. ദേവദത്തനും ഭാനുചന്ദ്രനും താരയുടെ സൂട്ട് കേസും ബാഗുമെടുത്ത് പിന്നാലെ വരാന്തയിലേക്ക് കയറി. ചിറ്റ ഒരു വലിയ വായനക്കാരിയാണ് ദേവ.
ചിറ്റ വായിച്ചതിൻ്റെ പകുതി പോലും ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല. ഭാനു പറഞ്ഞു. അതിലെന്താ ഇത്ര അത്ഭുതം? നിന്റെ ഇരട്ടി പ്രായമില്ലേ എനിക്ക്? താരയും ദേവദത്തനും ചിരിച്ചു. ഇരിക്കൂ, ഞാൻ ചായ ഉണ്ടാക്കാം, ചിറ്റ പറഞ്ഞു. ഇപ്പോൾ ചായ വേണ്ട ചിറ്റെ, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്, ഭാനു പറഞ്ഞു. ധൃതിയുണ്ടെങ്കിൽ നീ പൊയ്ക്കോ ഭാനു. താരയുടെ കാര്യം സാരമില്ല. ദേവദത്തൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. ചായ കൊടുക്കാതെ വിടാൻ ഒരു കാരണവശാലും പറ്റില്ല. സരസ്വതി ചിറ്റ അകത്തേക്ക് കയറിപ്പോയി. നിസ്സഹായതയോടെ ഭാനു ദേവദത്തിനെ നോക്കി. ദേവൻ പുഞ്ചിരിച്ചു. താര മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെക്കുകയായിരുന്നു ചിറ്റ. നല്ല വൃത്തിയും വെടുപ്പുമുള്ള അടുക്കള. ആരൊക്കെയുണ്ട് മോളുടെ വീട്ടിൽ? ചിറ്റ ചോദിച്ചു. അമ്മ മാത്രം, താര പറഞ്ഞു. അച്ഛൻ? ഞാൻ കുട്ടിയായിരിക്കുമ്പോഴേ മരിച്ചു. ചിറ്റയുടെ മുഖത്ത് നിഴൽ വീണു. ശാലിനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ചത്. സർക്കാർ സർവീസിലായിരുന്നതുകൊണ്ട് പകരം എനിക്ക് ജോലി കിട്ടി. അതുകൊണ്ട് പട്ടിണി കിടക്കാതെ കഴിഞ്ഞു. മക്കളെ പഠിപ്പിച്ചു. ഞാൻ പെൻഷനായപ്പോഴേക്ക് ശാലിനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി. ശരത് 8ലുമായി. താരയുടെ അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഉണ്ട്. സഹോദരങ്ങൾ? ഞാൻ മാത്രമേയുള്ളൂ. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഭാനുചന്ദ്രൻ അധികമൊന്നും പറഞ്ഞു കാണില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. ചിറ്റ ഉണ്ടാക്കിയ ചായ താരയാണ് മുൻവശത്തേക്ക് കൊണ്ടുവന്നത്. ഒരു പ്ലേറ്റിൽ കായ വറുത്തതുമായി പിന്നാലെ ചിറ്റ എത്തി. വന്നു കയറിയപ്പോഴേക്കും താര വീട്ടുകാരിയുമായോ? ഭാനുചന്ദ്രൻ കളിയാക്കി. കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ താരയെ ഞാനിവിടുത്തെ വീട്ടുകാരിയാക്കിയേനെ, ചിറ്റ പറഞ്ഞു. അത് ഭാഗ്യമായി, അല്ലെങ്കിൽ ദേവദത്തൻ വിഷമിച്ചു പോയേനെ, ഭാനു പറഞ്ഞു. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? ബന്ധുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു. കാര്യം മനസ്സിലായ മട്ടിൽ ചിറ്റ ചിരിച്ചു. താര ലജ്ജയോടെ ദേവദത്തനെ നോക്കി. ബന്ധുവെന്ന് ഭാനു പറഞ്ഞത് ബന്ധുവാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് ചിറ്റെ, ദേവദത്തൻ വിശദീകരിച്ചു. താരയുടെ മുറി കാണണ്ടേ? വരൂ, ചിറ്റ പറഞ്ഞു. ഇടതുവശത്തെ മുറിയിലേക്കാണ് ചിറ്റ അവരെ കൊണ്ടുപോയത്. കട്ടിലും മേശയും കസേരയും ഉണ്ടായിരുന്നു. കൂടാതെ ചുവരലമാരയും വൃത്തിയാക്കിയിട്ടിരിക്കുകയായിരുന്നു മുറി. ദേവദത്തൻ പെട്ടിയും ബാഗും എടുത്ത് മുറിയിൽ വെച്ചു. ഇനി ഞങ്ങൾ പോട്ടെ താരെ? താര തല കുലുക്കി. നാളെ കാണില്ലേ? ഞാൻ വരാം. ദേവദത്തനും ഭാനുചന്ദ്രനും പോയി. താരയ്ക്ക് കുളിക്കണോ? സരസ്വതി ചിറ്റ ചോദിച്ചു. ധൃതിയില്ല ചിറ്റെ, പിന്നെ മതി. ഞാൻ അടുക്കളയിലേക്ക് പോവോ മോളെ? 5:30 ശാലിനി വരും. വിശന്നാ വരിക. പുറത്തുനിന്ന് അവൾ പച്ചവെള്ളം പോലും കുടിക്കില്ല. ഇങ്ങനെയൊരു പെണ്ണ്, ചിറ്റ ചിരിച്ചു. സരസ്വതി ചിറ്റ പോയപ്പോൾ താരം മുറിയാകെ നോക്കി. അവൾക്കിഷ്ടപ്പെട്ടു. നല്ല കാറ്റും വെളിച്ചവും കിട്ടും. തണുപ്പുള്ള മുറി. പുറത്തേക്ക് നോക്കിയാൽ പൂത്തുലഞ്ഞ ചെടികൾ. അപ്പുറം മതിൽ. പെട്ടി തുറന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവൾ പുറത്തെടുത്തു. ഷീറ്റെടുത്ത് മെത്തയിൽ വിരിച്ചു. സോപ്പും പൗഡറും എണ്ണയും ഒക്കെ അലമാരയിൽ വെച്ചു. പുറത്തു ചെന്ന് വരാന്തയിൽ കിടന്ന് പത്രമെടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് പടികടന്ന് ഒരു ചെറുപ്പക്കാരി വരുന്നത് കണ്ടത്. ചുമലിൽ തൂക്കിയിട്ട ഹാൻഡ് ബാഗ്, കയ്യിൽ കുട. അത് ശാലിനിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. സരസ്വതി ചിറ്റയുടെ അതേ ഛായ. താരയെ കണ്ട് അവളും കൗതുകത്തോടെ ചിരിച്ചു. താരയല്ലേ? വരാന്തയിൽ കയറി ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. അതെ, ശാലിനി ചേച്ചി. അപ്പോൾ അമ്മ എന്നെക്കുറിച്ച് പറഞ്ഞുവല്ലേ? അതിനു മുൻപേ ഭാനുസാർ പറഞ്ഞിരുന്നു. കണ്ടപ്പോൾ തന്നെ താരയ്ക്ക് അവളെ ഇഷ്ടമായി. വട്ടമുഖം, അല്പം മാംസളമായ ശരീരം, ഇടതൂർന്നു വളർന്ന മുടി, തൊട്ടാൽ ചോര ഒപ്പിയെടുക്കാമെന്ന് തോന്നിക്കുന്ന നിറം. ദേവദത്തൻ്റെ ബന്ധുവാണ് താരയെന്ന് ഭാനുവണ്ണൻ പറഞ്ഞായിരുന്നു. സത്യമാണോ? ശാലിനി ചോദിച്ചു. ദേവദത്തൻ ഇവിടെ വന്നായിരുന്നോ? അയ്യോ, എനിക്കൊന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. ഞാൻ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട്. പൊതുവെ ഒരു വിഷാദഭാവമാണ് കവിതകൾക്ക്. ആളിനെ കണ്ടാലും അങ്ങനെയാണോ? ശാലിനി ചോദിച്ചു. ദേവേട്ടൻ ഇനിയും വരും. അപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാമല്ലോ. സംസാരം കേട്ട് സരസ്വതി ചിറ്റ വന്നു നോക്കി. അല്ല, നിങ്ങൾ തമ്മിൽ ഇത്ര വേഗം പരിചയവുമായോ? അവർ അത്ഭുതപ്പെട്ടു. പരിചയപ്പെടാൻ അത്രയധികം സമയം വല്ലതും വേണോ അമ്മേ? ശാലിനി ചോദിച്ചു. ഇനിയിപ്പം നിനക്ക് കൂട്ടിനാളായല്ലോ. താരയെ അധികം ശല്യപ്പെടുത്തരുത് കേട്ടോ. അമ്മ ചായ എടുത്തു വയ്ക്കൂ, ഞങ്ങളിതാ വരുന്നു. ഡ്രസ്സ് മാറിയിട്ട് ശാലിനി വേഗം വന്നു. വരൂ താരെ, ചായ കുടിക്കാം. വേണ്ട ചേച്ചി, ഞാനിപ്പോൾ കുടിച്ചതേയുള്ളൂ. താര ഒഴിഞ്ഞു മാറി. എങ്കിലും ശാലിനി അവളെ പിടിച്ചുകൊണ്ടുപോയി. ചായയോടൊപ്പം കഴിക്കാൻ സരസ്വതി ചിറ്റ അരിമാവും ശർക്കരയും ചേർത്ത ഇലയപ്പം ഉണ്ടാക്കിയിരുന്നു. ശാലിനിയോടൊപ്പം വീണ്ടും ചായ കുടിക്കേണ്ടി വന്നു താരയ്ക്ക്. അപ്പോഴാണ് ട്യൂഷൻ കഴിഞ്ഞ് ശരത് വന്നത്. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ.
ഞങ്ങൾ ശങ്കു എന്ന് വിളിക്കുന്ന ശരത് കുമാർ. ശാലിനി പറഞ്ഞു. ശരത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? താര ചോദിച്ചു. ഗവൺമെൻറ് മോഡൽ സ്കൂളിൽ. എടാ ശങ്കു, ഇത് താര ചേച്ചി. താര ഇനി ഇവിടെയാണ് താമസിക്കുന്നത്. ഭാനുവണ്ണൻ്റെ അടുത്താണ് താര ജോലി ചെയ്യുന്നത്. മനസ്സിലായോ? ശരത് ചിരിച്ചു. താരയെ നീ വെറുതെ വിട്ടേക്കണം. ശാലിനിയോട് ഗുസ്തി പിടിക്കാൻ ചെല്ലുന്നത് പോലെ നീ താരയുടെ അടുത്ത് ചെല്ലരുത് കേട്ടോ, സരസ്വതി ചിറ്റ വാത്സല്യത്തോടെ പറഞ്ഞു. അമ്മ വെറുതെ പറയുകയാ താര ചേച്ചി. ഞാൻ ആരുടെയും അടുത്തും ഗുസ്തി പിടിക്കാൻ ചെല്ലാറില്ല. താര ചിരിച്ചു. സന്ധ്യയ്ക്ക് മുൻപ് താര കുളി കഴിഞ്ഞു വന്നപ്പോൾ സരസ്വതി ചിറ്റ പൂക്കൾ പറിച്ച് വാഴനാരുകൊണ്ട് മാല കെട്ടാൻ തുടങ്ങുകയായിരുന്നു. താരയും അടുത്തു ചെന്നിരുന്നു. മാല കെട്ടാൻ അറിയാമോ താരയ്ക്ക്? ഇല്ല ചിറ്റെ, ഞാൻ കുട്ടിക്കാലം മുതലേ വീട് വിട്ട് താമസിക്കാൻ തുടങ്ങിയതാ. അമ്മയ്ക്കാണെങ്കിൽ ഇതിലൊന്നും വലിയ താല്പര്യവുമില്ല. സരസ്വതി ചിറ്റ മന്ദഹസിച്ചു. ശാലിനിയും കുളി കഴിഞ്ഞു വന്നു. പൂജാമുറിയിൽ പല ദൈവങ്ങളുടെയും ഫ്രെയിം ചെയ്ത ചിത്രങ്ങളുണ്ടായിരുന്നു. സരസ്വതി ചിറ്റ എല്ലാ ചിത്രങ്ങളിലും മാല ചാർത്തി. എന്നിട്ട് നിലവിളക്കിൽ തിരിയിട്ട് കത്തിച്ചു. പൂജാമുറിയിൽ സാമ്പ്രാണിത്തിരിയുടെ സുഗന്ധം നിറഞ്ഞു. അരമണിക്കൂർ സന്ധ്യാവന്ദനം. ചിറ്റയോടും ശാലിനിയോടുമൊപ്പം കൈകൂപ്പിയിരുന്നു. എല്ലാം അവൾക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അത്താഴം കഴിക്കുന്നതുവരെ താരയും ശാലിനിയും വരാന്തയിലിരുന്ന് സംസാരിച്ചു. ശരത് അവൻ്റെ മുറിയിലിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. താര പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണല്ലേ? ശാലിനി ചോദിച്ചു. അതേ ചേച്ചി, റിസൾട്ട് അറിയാറായെന്ന് തോന്നുന്നു. എങ്കിൽ നമ്പർ തരൂ, നാളെ ഞാൻ അന്വേഷിക്കാം, ശാലിനി പറഞ്ഞു. ശാലിനിക്ക് യൂണിവേഴ്സിറ്റി ഓഫീസിലാണല്ലോ ജോലി എന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ രജിസ്റ്റർ നമ്പർ ഒരു കടലാസിലെഴുതി ശാലിനിയെ ഏൽപ്പിച്ചു. വീട് മാറി കിടക്കുകയാണെന്നൊന്നും താരയ്ക്ക് തോന്നിയില്ല. അന്ന് രാത്രി അവൾ സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ശാലിനിയോടൊപ്പമാണ് അവൾ വിനീത ബുക്ക് ഹൗസിലേക്ക് പോകാനിറങ്ങിയത്. വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക്. താര ബസ്സിൽ ബുക്ക് ഹൗസിനടുത്തിറങ്ങി. ശാലിനി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പുതിയ താമസം എങ്ങനെയുണ്ട് താരെ? അസൗകര്യമൊന്നുമില്ലല്ലോ? താരയെ കണ്ടപ്പോൾ ഭാനുചന്ദ്രൻ ചോദിച്ചു. ഇല്ല സാർ, എനിക്കിഷ്ടമായി. സ്വന്തം വീട്ടിലെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അയാൾക്ക് സന്തോഷമായി. അന്ന് ശരിക്കും ജോലിയുള്ള ദിവസമായിരുന്നു. 4-5 കത്തുകൾക്ക് മറുപടി, തപാലിൽ പുസ്തകം അയക്കൽ, പുസ്തകങ്ങൾക്ക് വേണ്ടി കിട്ടിയ ചെക്കുകളും ഡ്രാഫ്റ്റുകളും ബാങ്കിലേക്ക് കൊടുത്തയക്കൽ. ഒട്ടും വിരസത തോന്നിയില്ല താരയ്ക്ക്. ഉച്ചയായപ്പോൾ ദേവദത്തിൻ്റെ ഫോൺ കോൾ വന്നു. ഊണ് കഴിച്ചോ താരേ? ഉവ്വ്. എവിടുന്ന്? സരസ്വതി ചിറ്റ എനിക്ക് തന്നയച്ചു ടിഫിൻ. നന്നായി, അതിരിക്കട്ടെ. വൈകുന്നേരം എപ്പോഴിറങ്ങും? 5 മണിക്ക്. ഞാനിന്ന് അങ്ങോട്ട് വരുന്നില്ല. 5:30 ടൗൺ ഹാളിൻ്റെ മുന്നിലെത്തുക. ഞാൻ അവിടെ എത്താം. ഇന്നവിടെ കവിയരങ്ങുണ്ടോ അതോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം? ഒന്നുമില്ല. എന്നും ഞാനവിടെ വന്ന് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നാൽ ഭാനുവിന് എന്തു തോന്നുമെന്ന് വിചാരിച്ച? അത് ശരിയാണ്. 5:30 10 മിനിറ്റുള്ളപ്പോഴാണ് താര ബുക്ക് ഹൗസിൽ നിന്ന് ഇറങ്ങിയത്. ടൗൺ ഹാളിന് മുന്നിലെത്തിയപ്പോൾ കൃത്യം 5:30. ദേവദത്തൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പാർക്കിൽ ചെന്ന് കുറച്ചുനേരം ഇരുന്നാലോ? അയാൾ ചോദിച്ചു. പോകാം, പക്ഷേ 6 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം. അല്ലെങ്കിൽ ചിറ്റ എന്തു വിചാരിക്കും? എങ്ങനെയുണ്ട് ചിറ്റയുടെ വീട്ടിലെ താമസം? എല്ലാവരും സ്നേഹമുള്ളവർ. ഒരസൗകര്യവും എനിക്കവിടെ ഇല്ല ദേവേട്ട. സ്നേഹമുള്ള അമ്മയാണ് സരസ്വതി ചിറ്റ. ചേച്ചിയെപ്പോലെയാണ് ചിറ്റയുടെ മകൾ ശാലിനി. അനുജനെപ്പോലെയാണ് മകൻ ശരത്. ഒരു ദിവസം ദേവേട്ടൻ വരണം. അവിടെ ഒരാൾ ദേവേട്ടനെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്, താര പറഞ്ഞു. അതാരാ? ശാലിനി ചേച്ചി. ദേവേട്ടൻ്റെ കടുത്ത ആരാധികയാണെന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. സുന്ദരിയാണ് അല്ലേ? കണ്ടു നോക്ക്, അപ്പോഴറിയാം. പനങ്കുല പോലെ മുടിയുള്ള, കണ്ടാൽ ചുവന്ന കശുമാമ്പഴം പോലുള്ള ഒരു സൗന്ദര്യധാമമല്ലേ ഈ ശാലിനി? യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ്. ദേവദത്തൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട് അല്ലേ? എന്നിട്ടാണ്. പെട്ടെന്ന് താരയുടെ മുഖമിരുണ്ടു. അധ്യായം 32. താരയുടെ മുഖഭാവം കണ്ട് ദേവദത്തൻ പൊട്ടിച്ചിരിച്ചു. അവൾക്ക് ചിരിയൊന്നും വന്നില്ല. ശാലിനിക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് അവളെ അറിയാം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, പരിചയവുമില്ല, ദേവദത്തൻ പറഞ്ഞു. സത്യം? സത്യം. പിന്നെങ്ങനെയാണ് ശാലിനി ചേച്ചി അറിയാമെന്ന് പറഞ്ഞത്? പ്രിയാദാസ് എന്നൊരു പരിചയക്കാരനുണ്ട് എനിക്ക്. അയാളോടൊപ്പം 1-2 തവണ ഞാൻ ശാലിനിയെ കോഫി ഹൗസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത് നുണ. ശാലിനി ചേച്ചി വീട്ടിൽ നിന്നിറങ്ങിയാൽ പച്ചവെള്ളം കുടിക്കില്ലെന്നാണ് ചിറ്റ പറഞ്ഞത്. പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞത് ശരിയായിരിക്കും. കോഫി ഹൗസിലെ ബോംബെ ടോസ്റ്റും
മുട്ട ഓംലറ്റും അവൾക്ക് വലിയ പ്രിയമാണെന്നാണ് പ്രിയൻ പറഞ്ഞിട്ടുള്ളത്. താര ചുണ്ടുകൾ കടിച്ചു. ഇന്ന് ചെല്ലട്ടെ, ഞാൻ കള്ളം പൊട്ടിക്കുന്നുണ്ട്. വേണ്ട താരെ, മറ്റുള്ളവരുടെ സ്വകാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണ് ഭംഗി. ഞാൻ നേരിട്ടൊന്നും ചോദിക്കുകയില്ല ദേവേട്ട. ചോദിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഫ്രണ്ട്സായി കഴിഞ്ഞു. പൂച്ച പാൽ കുടിക്കുന്നത് ചിലരൊക്കെ കാണുന്നുണ്ടെന്ന കാര്യം ഒന്നറിഞ്ഞിരുന്നോട്ടെ, താര പറഞ്ഞു. കുഴപ്പമില്ല, ഈ പൂച്ചയും പാൽ കുടിക്കുന്ന കാര്യം ഒരു ദിവസം ശാലിനി ചേച്ചി അറിയാതിരിക്കില്ല. 6 മണിയായപ്പോൾ താര പോകാൻ എഴുന്നേറ്റു. ഞാൻ കൊണ്ടുവിടണോ? ദേവദത്തൻ ചോദിച്ചു. വേണ്ട ദേവേട്ട, ഞാൻ ഒരു ഓട്ടോയിൽ പോയിക്കൊള്ളാം. പാർക്കിൽ നിന്ന് അവർ പുറത്തേക്ക് നടന്നു. നാളെ വൈകുന്നേരം നമ്മൾ കാണില്ല, ദേവദത്തൻ പറഞ്ഞു. അതിൻ്റെ ഒരു സാഹിത്യ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം. അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകണം. അനിതയും രമേശും അറിഞ്ഞോ ഞാൻ വന്ന കാര്യം? എല്ലാ വിവരവും അവർ അറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത്. മറ്റന്നാൾ കാണുമോ? താര ചോദിച്ചു. കാണാൻ സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ ഞാൻ ടൗൺ ഹാളിന് മുന്നിലുണ്ടാകും, ദേവദത്തൻ പറഞ്ഞു. ദേവദത്തൻ അവൾക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചു കൊടുത്തു. താര ചെന്നപ്പോൾ ശാലിനി മുറ്റത്തുണ്ടായിരുന്നു. എന്തേ വൈകിയോ ചേച്ചി? അവിടുന്ന് ഇറങ്ങുമ്പം ചിലപ്പം 5:30 ചിലപ്പം 6, താര പറഞ്ഞു. താരയെ കാത്ത് നിൽക്കുമായിരുന്നു ഞാൻ. ഒരു സന്തോഷ വാർത്തയുണ്ട്. താരയുടെ റിസൾട്ട് അറിഞ്ഞു. എന്നിട്ട് താരയ്ക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഫസ്റ്റ് ക്ലാസ് ആയാലും സെക്കൻഡ് ക്ലാസ് ആയാലും എനിക്കിനി ഒരുപോലെയാണ്. എങ്കിലും ആരും കുറ്റപ്പെടുത്തുകയില്ലല്ലോ എന്നൊരു സമാധാനമുണ്ട് ഇപ്പോൾ. ഒന്നും പറയണ്ട, നമുക്ക് ഈ 1ാം ക്ലാസ് വിജയം ശരിക്കൊന്ന് ആഘോഷിക്കണം. അതെങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം താരയ്ക്ക് വിട്ടുതന്നിരിക്കുന്നു, ശാലിനി പറഞ്ഞു. നാളെ വൈകുന്നേരം ചേച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ബുക്ക് ഹൗസിനടുത്തുള്ള സ്റ്റോപ്പിലിറങ്ങൂ. നമുക്കൊന്നിച്ച് കോഫി ഹൗസിലേക്ക് പോകാം. ആഘോഷത്തിൻ്റെ ആദ്യപടിയായി ബോംബെ ടോസ്റ്റും ഓംലറ്റും കഴിക്കാം, താര പറഞ്ഞു. ശാലിനി ഒന്നും പറയാതെ അവളെ തുറച്ചു നോക്കി. എന്താ, ഇത് രണ്ടും ചേച്ചിക്ക് പ്രിയമല്ലേ? താര ചോദിച്ചു. എല്ലാം എനിക്ക് പ്രിയം തന്നെ. പിറ്റേ ദിവസം വൈകുന്നേരം ശാലിനി ബുക്ക് ഹൗസിലേക്ക് വന്നു. താര അവളെയും കൂട്ടി കോഫി ഹൗസിൽ പോയി. ചേച്ചി ഇവിടെ വരാറുണ്ടോ? വിഭവങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ട് കാത്തിരിക്കുമ്പോൾ താര ചോദിച്ചു. വല്ലപ്പോഴും. തനിച്ച്? അല്ല, പിന്നെ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം, ശാലിനി പറഞ്ഞു. പ്രിയനോ അതോ പ്രിയയോ? കുസൃതിയോടെ താര ചോദിച്ചു. പ്രിയൻ തന്നെ. അന്ന് രാത്രിയിലാണ് പ്രിയദാസിനെക്കുറിച്ച് ശാലിനി അവളോട് വിശദമായി പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന കാലത്തെ പരിചയമാണ് അയാളെ. അയാൾക്ക് പ്രശസ്തമായ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയുണ്ട്. ചിലപ്പോഴൊക്കെ അയാൾ കല്യാണക്കാര്യം സൂചിപ്പിക്കാറുണ്ടെങ്കിലും സൗഹൃദത്തിൽ കവിഞ്ഞ ഒന്നും വേണ്ടെന്നാണ് അവളുടെ അഭിപ്രായം. പ്രിയദാസ് അന്യജാതിക്കാരനാണ്. അമ്മ യാഥാസ്ഥിതിക മനസ്സുള്ളവളും. കല്യാണം നടക്കുകയില്ല. പിന്നെന്തിന്? ചിറ്റ സമ്മതിക്കുകയില്ലെന്ന് എന്താണ് ഉറപ്പ്? താര ചോദിച്ചു. എൻ്റെ അമ്മയെ എനിക്കറിയില്ലേ? താര അപ്പോൾ അവളുടെ അമ്മയെക്കുറിച്ചാണ് ഓർത്തത്. ദേവദത്തൻ എന്ന കവിയേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യൻ വേണുഗോപാൽ എന്ന വക്കീലായിരിക്കും. കവിതയും ബിസിനസ്സും ഒന്നിച്ചു പോവില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായി അമ്മയെ നിരാകരിക്കാൻ പോകുന്നത് ദേവേട്ടൻ്റെ കാര്യത്തിലായിരിക്കും. അമ്മയെ ചെന്ന് കാണാൻ ദേവേട്ടനോട് പറയണം. മറുപടി പ്രതികൂലമാണെങ്കിൽ ഇത്തിരി സാഹസം പ്രകടിപ്പിക്കേണ്ടി വരും. അമ്മയെ കൂടാതെ ഒരു കല്യാണം, 2 പൂമാലയുടെയും ഒരു താലിയുടെയും മാത്രം ചെലവ്. ആ ആഴ്ചയിലായിരുന്നു ഭാനുചന്ദ്രൻ്റെ സഹോദരി പ്രേമയുടെ കല്യാണം. കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നപ്പോഴാണ് താര ദേവദത്തിനെ ശാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ദേവദത്തിനെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, തെല്ലത്ഭുതത്തോടെ ശാലിനി പറഞ്ഞു. കണ്ടു കാണും. 2-3 വർഷമായി ഞാൻ ഇവിടെ തന്നെയുണ്ടല്ലോ, പുഞ്ചിരിയോടെ ദേവദത്തൻ പറഞ്ഞു. ദേവദത്തിൻ്റെ കവിതകളെക്കുറിച്ചാണ് ശാലിനി പിന്നെ സംസാരിച്ചത്. അയാൾ കൗതുകപൂർവ്വം അവളുടെ അഭിപ്രായങ്ങൾ കേട്ടുനിന്നു. പിന്നെ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ദേവദത്തൻ എന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? അന്ന് പിരിയുമ്പോൾ ശാലിനി ചോദിച്ചു. വരാം, ആരെങ്കിലും ക്ഷണിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. താര വിളിച്ചില്ലേ? ഞാൻ വിളിച്ചാലൊന്നും വരില്ല ചേച്ചി. ഞാനിവിടെ വെറും വിരുന്നുകാരിയാണെന്ന ദേവേട്ടൻ്റെ വിചാരം. അല്ല, താര ഞങ്ങളുടെ സ്വന്തമാണ്. ദേവദത്തൻ വരണം. ഏതെങ്കിലും ഒരു ഒഴിവു ദിവസം വന്നാൽ മതി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഒരു പ്രശസ്ത കവി വീട്ടിൽ നിന്ന് ഉണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമല്ലോ. അപ്പോൾ സ്വാർത്ഥത കൊണ്ടാ എനിക്കൊരു പിടി ചോറ് തരാമെന്ന് വിചാരിച്ചത് അല്ലേ? ഊറി വന്ന ചിരിയോടെയാണ് താര അവരുടെ സംസാരം കേട്ടു നിന്നത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശാലിനി താരയോട് ദേവദത്തനെക്കുറിച്ച് ഒരു സംശയം ചോദിച്ചു. നിങ്ങൾ തമ്മിൽ ബന്ധുക്കളാണെന്നല്ലേ പറഞ്ഞത്?
അതെ എന്ന അർത്ഥത്തിൽ താര തലകുലുക്കി. പറഞ്ഞു വരുമ്പോൾ താരയുടെ ആരാണ് ദേവദത്തൻ? സഹോദരനോ അതോ? ഇതുവരെ മനസ്സിലായില്ലേ ചേച്ചിക്ക്? ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്നേഹബന്ധം മാത്രമാണ്, താര പറഞ്ഞു. പക്ഷേ ഭാനുവണ്ണൻ പറഞ്ഞത് ബന്ധുക്കളാണെന്നാണല്ലോ. അങ്ങനെയല്ലേ ചിറ്റയോട് പറയാൻ പറ്റൂ? ശാലിനി എന്തോ ആലോചിച്ചിരുന്നു. മിക്ക ദിവസവും താരയും ദേവദത്തനും തമ്മിൽ കണ്ടു. ഒരു ഞായറാഴ്ച അയാൾ സരസ്വതി ചിറ്റയുടെ വീട്ടിലും വന്നു. ശാലിനിയോട് വാഗ്ദാനം ചെയ്തതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടാണ് അയാൾ പോയത്. 1-ാം തീയതി വൈകുന്നേരം ഭാനുചന്ദ്രൻ താരയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. അയാൾ ഒരു ചെറിയ കവറെടുത്ത് അവൾക്ക് നീട്ടി. ഇത് വാങ്ങൂ, താരയുടെ ശമ്പളമാണ്, ആദ്യത്തെ ശമ്പളം. അത് കൈനീട്ടി വാങ്ങുമ്പോൾ ചെറുതായി വിറകൊണ്ടുപോയി താര. പേയിങ് ഗസ്റ്റല്ലേ ഞാൻ. സരസ്വതി ചിറ്റയ്ക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് അവൾ ചോദിച്ചു. പണത്തിനു വേണ്ടിയല്ല സരസ്വതി ചിറ്റ താരയ്ക്ക് താമസിക്കാൻ സൗകര്യം തരാമെന്ന് പറഞ്ഞത്. സൗജന്യമായി താമസിക്കുന്നത് ശരിയുമല്ല. അതുകൊണ്ട് ന്യായമായ ഒരു സംഖ്യ കൊടുക്കണം. താര ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ മാസം എന്തു തുകയാകുമായിരുന്നു? ഭാനു ചോദിച്ചു. 500-നും 600-നും ഇടയ്ക്ക്. പക്ഷേ അത് പോരെ സാർ, താര പറഞ്ഞു. എങ്കിൽ 700 രൂപ കൊടുക്കൂ, അത് മതി. താര പിന്നെ ഒന്നും പറഞ്ഞില്ല. ദേവദത്തിനോടുകൂടി അഭിപ്രായം ചോദിച്ചിട്ട് അവസാന തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ ടൗൺ ഹാളിന് മുന്നിലെ ഫുട്പാത്തിൽ വിളക്കുകാലിന് സമീപത്ത് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് അയാൾ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ചെലവ് എൻ്റെ വക. ആദ്യം തന്നെ താര പറഞ്ഞു. എന്താണ് വിശേഷിച്ച്? ഇന്നെനിക്ക് ശമ്പളം കിട്ടി, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഇയാൾക്ക് എത്ര രൂപയുണ്ട് ശമ്പളം? നോക്കിയില്ല. അവർ പതിവായി പോകാറുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. കാപ്പിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ താര ഹാൻഡ് ബാഗ് തുറന്ന് കവറെടുത്തു. ഇതാ, ദേവേട്ടൻ തന്നെ നോക്കൂ. ദേവദത്തൻ കവർ വാങ്ങി പണം എണ്ണി നോക്കി. 100-ന്റെ 20 നോട്ടുകൾ. 2000. ദേവദത്തൻ പറഞ്ഞു. ഞാൻ എന്തു ചെയ്തിട്ടാ ദേവേട്ട ഇത്രയും? താര അർഹിക്കുന്നതേ ഭാനു തരൂ. അതേക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ട. അതിരിക്കട്ടെ, ചിറ്റയ്ക്ക് എന്തു കൊടുക്കണമെന്ന് തീരുമാനിച്ചോ? ദേവേട്ടനോട് ആ കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. ഭാനു സാർ പറഞ്ഞത് 700 രൂപ മതിയെന്നാണ്. അത് മതിയോ? പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. 800 ആയാലോ? താര തലകുലുക്കി. പിറ്റേ ദിവസം വൈകുന്നേരം താര ബുക്ക് ഹൗസിൽ നിന്ന് അല്പം നേരത്തെ ഇറങ്ങി. ഷോപ്പിംഗ് നടത്താനുണ്ടായിരുന്നു അവൾക്ക്. ദേവദത്തിന് ഒരു ഷർട്ടും അമ്മയ്ക്ക് ഒരു സാരിയും വാങ്ങി. അന്ന് ദേവദത്തിനെ കണ്ടപ്പോൾ ഷർട്ടിൻ്റെ പാക്കറ്റ് അവൾ അയാൾക്ക് കൊടുത്തു. എന്താ ഇത്? എൻ്റെ സമ്മാനം, ഒരു ഷർട്ട്. സമ്മാനം സസന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. ഈ ശനിയാഴ്ച ഞാൻ വീട്ടിലേക്ക് പോകുന്നു ദേവേട്ട. ചെല്ലണമെന്നൊന്നും അമ്മ ആവശ്യപ്പെട്ടില്ല. എന്നാലും അമ്മയുടെ ചരടിൻ്റെ അറ്റത്ത് തന്നെ മകളുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. താരയുടെ കണ്ണുകൾ ചുവന്നു. പരിഹസിക്കുകയാണോ ദേവേട്ടൻ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ തൊട്ടാവാടി. ഈ ആഴ്ച ഞാനും വീട്ടിലേക്ക് പോകുന്നു. ദാസേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഇതുവരെ ഒന്നും പോകാൻ സാധിച്ചിട്ടില്ല. പരിഭവിച്ചിരിക്കുകയാവും എല്ലാവരും. പോയിട്ട് എന്നു വരും? ശനിയാഴ്ച പോവും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മടങ്ങും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ദേവദത്തൻ വീട്ടിലേക്ക് പോയി. നാട്ടിലുള്ള കവലയിൽ ബസ് ഇറങ്ങിയപ്പോൾ സന്ധ്യയായി. ബാഗുമായി മെല്ലെ നടന്നു. വീടിൻ്റെ പടിക്കലെത്തുമ്പോൾ നല്ല ഇരുട്ടായി കഴിഞ്ഞിരുന്നു. പൂമുഖത്ത് വിളക്കെരിയുന്നു. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ ലൈറ്റ് ഇട്ടിരുന്നതിനാൽ മുറ്റത്ത് നല്ല വെളിച്ചം. പടിക്കൽ നിന്നിരുന്ന മുല്ല നിറയെ പാതി വിരിഞ്ഞ മൊട്ടുകൾ. ഇത്ര മൊട്ടുകളുണ്ടായിട്ടും ആരും എന്തേ ഇറുത്തെടുത്തില്ല എന്നോർത്ത് അയാൾ അത്ഭുതപ്പെട്ടു. മുറ്റത്ത് ദാസേട്ടൻ്റെ ബൈക്ക് കാണാനുണ്ടായിരുന്നില്ല. ഇതുവരെ ഓഫീസിൽ നിന്നെത്തിയിട്ടുണ്ടാവില്ല. അതോ നവവധുവുമൊത്ത് ടൗണിൽ സിനിമയ്ക്കോ മറ്റോ. ദേവദത്തൻ താഴത്തെ പടിയിൽ ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് വാൽക്കിണ്ടിയിൽ വെള്ളവുമായി ഊർമിള ഇറങ്ങി വന്നു. കാൽ കഴുകാൻ വെള്ളം. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്നെയോ? അയാൾക്ക് പിന്നെയും ആശ്ചര്യമായി. അല്ല, ദാസേട്ടൻ വന്നില്ലേ ഇതുവരെ? ഇല്ല. കാൽ കഴുകിയിട്ട് അയാൾ വാൽക്കിണ്ടി തിരിച്ചേൽപ്പിച്ചു. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ കണ്ടത്. അവ നനയുകയായിരുന്നു. അടുത്ത ഭാഗം നാളെ.